ഞാൻ കാണുമ്പോൾ ഒരു കഞ്ചാവ് അടിച്ചിട്ട് ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരെയല്ല ഞാൻ കാണുന്നത്. അവർ മദ്യം പിടിക്കും, എന്നിട്ട് കഞ്ചാവ് അടിക്കും, എന്നിട്ട് സമയം പൈസ ഉള്ളപ്പോൾ പൊടി പിടിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കാണുന്നത്. അതായത് ഒരു സെലിബ്രിറ്റി ലെവലിലുള്ളവനെ പോലും പിടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ ശരിക്കും പേടിക്കും. അങ്ങനെയാണെങ്കിൽ മദ്യം നിരോധിക്കണം എന്നുള്ളതാണ്. നീ എവിടെയാണ് നോക്കിയിരിക്കണം? വണ്ടി പോകുമ്പോഴത്തേക്ക് ഇതുവരെ ചെക്ക് ചെയ്യുമ്പോൾ ജെട്ടിക്ക് അച്ഛന്റെ 6 ഗ്രാം കാണാനില്ല. എന്റെ അഭിപ്രായത്തിൽ സർക്കാർ എന്തായാലും മദ്യം വിൽക്കുന്നുണ്ട്, നാണക്കേടാണ് എന്റെ അഭിപ്രായത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ ബ്രോത്തൽ തുടങ്ങണം, പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്റർ തുടങ്ങണം. ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞ അതുകൊണ്ട് അതിന്റെ ഇടയിൽ കൂടെ അപ്പൊ ചെക്കൻ അഡ്മിറ്റ് ആയിട്ട് അവൻ അവിടെ നിന്ന് വീൽ ചെയറിൽ കൊണ്ടുവരുന്നുണ്ടാ. അപ്പൊ അവന്റെ കാലുമ കെട്ടുണ്ട്, കൈമ കെട്ടുണ്ട്. അവൻ വന്ന് പോവാ എങ്ങോട്ട് വാങ്ങുന്നു പോവാ. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു ചെറിയ ഒരു പൊതിയെ ഒരു പാവം മനുഷ്യരാട്ടി പത്രക്കാർ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു പൊതിയെ, അതായത് അവർ യാത്ര പോകുന്നത് വെള്ളമടിക്കാൻ വേണ്ടിയാണ്, അവർ കൂട്ടുകൂടുന്നത് വെള്ളമടിക്കാൻ വേണ്ടിയാണ്, കല്യാണത്തിന് വന്ന് വെള്ളമടിക്കാനാണ്, മരണത്തിന് കൂടുന്ന വെള്ളമടിക്കാൻ വേണ്ടിയാണ്, അവർ വെള്ളം അടിക്കുന്ന വെള്ളമടിക്കാൻ വേണ്ടിയാണ്. അല്ല, പാകിസ്ഥാൻ നോക്കണ്ട, റിൻഷാൻ നോക്കണ്ട. പാകിസ്ഥാനെ റിൻഷാൻ നോക്കാത്ത നല്ലതല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. സാധനം തിന്നു വെള്ളം ഉണ്ടാക്കില്ല വല്ലടാ. റോളിംഗ്. ശരി, ഇന്ന് ശരിക്കും നമ്മൾ ഇതായിരുന്നു റോൾ ചെയ്യേണ്ടത്. നമ്മൾ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മഹാദേവൻ മോൻ ഇവിടെ ചോദിച്ചവർക്കുള്ള മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. നമ്മൾ ദേവനെ കൊണ്ടുവന്നിരിക്കുകയാണ്, പക്ഷെ ദീപുവിനെ മറന്നുപോയി. വൺസ് അഗൈൻ വെൽക്കം ടു വിറ്റ് ടോക്സ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ലഹരി. ലഹരി ലഹരി ലഹരി. ഇനി ഞാൻ എവിടെയായിരുന്നുള്ള സസ്പെൻസ്. ഞാൻ ഡി അഡിക്ഷൻ സെന്ററിലെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 2 ആഴ്ചത്തേക്ക് ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു മഹാദേവൻ. അത് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഷൂട്ടിന് വന്നു. ഇനി വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് പ്ലീസ് എക്സൈസ് എന്നെ രക്ഷിക്കണം. ഷൂട്ട് കഴിയുമ്പോൾ അവിടെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സൈസിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്നാണ് മഹാദേവൻ. ഞാൻ ഇന്ന് അവിടുത്തെ ബസ്സിനാണ് വന്നേക്കണത്. അവർ രണ്ടുപേരും ബസ് ശാന്തിഗ്രാമം എന്തെങ്കിലുമൊക്കെ പേരായിരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങൾ. നമ്മൾ ലഹരിയെ പറ്റി എന്താ പറയേണ്ടത്? ശരിക്കും നമ്മൾ ലഹരി ഉപയോഗിക്കാത്ത എനിക്ക് ജീവിതമാണ് ലഹരി. എങ്ങനെയുണ്ട്? ഞാൻ 20 മിനിറ്റ് ആകുമ്പോൾ പഠിക്കാന്ന് വെച്ചിട്ടുള്ള ലഹരി ഉപയോഗിക്കാത്ത ആരുണ്ട്? ലഹരി അതാണ് പറഞ്ഞത്. ലഹരി എന്നൊക്കെ പറയുന്നത് എല്ലാ ലഹരി അല്ലേ? എന്താണ് ലഹരി? എന്താ ലഹരി? എല്ലാ ലഹരി പിന്നെ ലഹരി ഉപയോഗിക്കാണ്ട് പറ്റില്ലല്ലോ. ചെയ്യുന്ന തൊഴിൽ കിട്ടുന്നില്ല. ഇവിടെ മെയിനായിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ലഹരി എന്നുള്ളൊരു. ഇവിടെ സർക്കാരിന് ടാക്സ് കിട്ടാത്തതാണ് ലഹരി. മനസ്സിലായില്ലേ? ഞാൻ വീണ്ടും മൂന്നും പറയുന്നത്. അതല്ലാതെ ലഹരിയായിട്ട് സർക്കാരിന് അടിയിലൊരു ലേബൽ ഒട്ടിച്ചാൽ പ്രശ്നം തീരും. അതെ, ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ലഹരിയല്ല. അതിന്റെ മുകളിലുള്ള എല്ലാ സാധനവും ലഹരിയാണ്. ഡേർട്ടി ബിസിനസ് എഴുതിയ കൊക്കൈൻ പാക്കറ്റുകൾ സുലഭമായിട്ട് വരുന്ന കാലം വിദൂരമല്ല. വരൂല്ലടാ, അതൊന്നും വരില്ല. അതൊക്കെ അല്ലേ? ഇതിന്റെ പ്രശ്നം കണ്ടോ, നമുക്ക് ആർക്കും ഇതിനെ പറ്റി അറിയില്ല. ആ ഒരു ഫ്ലോ വരണില്ല. ഓരോന്ന് അടിച്ചിട്ടിരിക്കാം. നമ്മളിത് എന്തിനായി പറയുന്നത് എനിക്കറിയാൻ വേദനയൊക്കെ. കാരണം എല്ലാവരും അടിക്കുന്നവരാണ് എന്തെങ്കിലും. കൃത്യം പറ. അല്ലെന്നാ, അതായത് ഷോർട്സ് വെട്ടി വരും, പുറകെ എക്സസൈസും വരും. പലർക്കും ജീവിതത്തിൽ പലതാണ്. ഇപ്പം ബീഡി വലിക്കുന്ന അപ്പനെ കണ്ടു തുടങ്ങുന്ന മക്കള്, പിന്നെ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാര്, തമ്പാക്ക്, പെണ്ണ് പിടിക്കുന്ന, അല്ല പറഞ്ഞു വരുന്നുള്ളത് ഇത് ഇതിനെ ബിയർ കുടിക്കുന്നത്, പിന്നെ കള്ള്, ചാരായം, പട്ടച്ചാരായം ഇപ്പൊ ഇല്ലെന്നോ? അതൊക്കെ ഉണ്ട്. പിന്നെ വിദേശ മദ്യം, സാധാരണ മദ്യം, സ്വദേശ മദ്യം. പിന്നെ ഫാക്ടറി കത്തിന്ന് എന്തോ പറഞ്ഞിട്ടൊരു തിരുവല്ലേ അത് ഷാറുഖ് ഖാൻ ജവാൻ സിനിമയ്ക്ക് എന്തോ കത്തി. ജവാന്റെ ഫാക്ടറി, ജവാനല്ല ബീവറേജിന്റെ ഒരു ന്യൂസ് കാണാം. ഗോഡൌൺ ആണ് കത്തിപ്പോയത്. ഞാൻ ഇതാ കണ്ട ഒരു ഇൻസ്റ്റയില് ഒരു പോസ്റ്റ് കണ്ടേ. ജവാനിലെ പറഞ്ഞായിരിക്കും പേജിന്റെ പേരല്ലേ, അവന്റെ വിഷയം മാത്രം പറഞ്ഞ ഗോഡൌൺ കത്തിപ്പോയി. അത് കഴിഞ്ഞ പ്രശ്നമില്ല. ഇതൊക്കെ ആൾക്കാര് പൈസക്ക് ഇവിടെ നാട്ടിൽ വിൽക്കുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ വിറ്റോണ്ടിരുന്ന സാധനങ്ങളാണ്. ഇടയ്ക്ക് ചിലതിനൊക്കെ നിരോധനമുണ്ട്. ഇനി ഇതല്ലാത്തത് കഞ്ചാവ്, പണ്ട് ഇവിടെ കൊടുത്തോണ്ടിരുന്ന കേട്ടിട്ടുണ്ട്. 85 NDPS ആക്ട് വന്നപ്പോഴാണ് ഇത് ക്രിമിനലൈസ്. നീ ഇങ്ങനെയല്ല അറിഞ്ഞ? ഞാനൊരു ഡീനെ കഞ്ചാവിന് പിടിച്ചിട്ട് അവൻ പോലീസുകാർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് വീഡിയോ വന്നിട്ട്. ഇത് നിർത്തിയത് ആരും നിർത്തിന്ന് പറഞ്ഞ്
ഒരു റബ്ബർ തോട്ടത്തിൽ ആള് അവിടെ നിന്ന് കൃത്യമായിട്ട് ക്ലാസ് എടുക്കണ്ടായിരുന്നു. 2 അവന് പ്രത്യേകിച്ച് ഒരു കുറ്റബോധോ കാര്യങ്ങളൊന്നും ഇല്ല. വളരെ കൂളായിട്ട് ഇതൊക്കെ വലിക്കണ ഒരു പ്രശ്നമില്ല. മറ്റേത് MD ആരുടെയും കാശുണ്ട് 2000 രൂപ എടുത്ത് സാറ് ഈ മേടിച്ച സാധനം ഉണ്ടല്ലോ അത് MDMA മേടിക്കുന്ന ഇതിന്റെ ഇരട്ടി പൈസ ഞാൻ ചെയ്യൂല. എത്ര കാശുണ്ടെങ്കിലും ഞാൻ ചെയ്യൂല. അല്ല, ഇങ്ങനൊരു സംസാരം ഉണ്ടല്ലോ, അതായത് കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്യത്തെന്ന് പറഞ്ഞാൽ അത് ആൽക്കഹോളിന്റെ സെയിൽസ് താഴെ പോകുന്നുള്ള ഒരു സാധനം. അല്ല, അതിന് ഇപ്പൊ അതിന് റവന്യൂ ഒന്നും വരണമെന്നില്ലല്ലോ. ഗണ്യമായ രീതിയിൽ ആൽക്കഹോളിന്റെ സെയിൽസിൽ കുറവുണ്ട്. എന്തുകൊണ്ടാണ്? സുലഭമായതുകൊണ്ട്. വെള്ളം അടിക്കുന്നത് കൂളല്ലാതെ അതും സമ്മതിക്കില്ല. നമ്മുടെ എല്ലാ സിനിമ നിങ്ങളുടെ പണ്ട് തൊട്ടേ എനിക്കൊന്നും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ കണ്ടു വളർന്ന സിനിമകളിലൊക്കെ കള്ളു കുടിക്കുന്നു പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നായകന്മാരൊക്കെ മെയിനായിട്ട് ചില്ല് ചെയ്യുമ്പോൾ കള്ളു കുടിക്കുന്നു, ഇതൊക്കെ ഭയങ്കര ഒരു ഗ്ലാമറൈസ്ഡ് ആയിരുന്നില്ലേ? ലാലേട്ടൻ മറ്റേ കുളത്തുനിന്ന് കുറച്ച് മുക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ കരിക്കൊഴിച്ച് കഴിക്കുന്നു അല്ലേ? തുടരും സിനിമയ്ക്കകത്തെ ഞാൻ 2ാമത് കണ്ടപ്പോ തുടർ സിനിമയ്ക്കകത്താണെങ്കിൽ ലാലേട്ടൻ ബിവറേജ് ചെയ്യുന്നിട്ട് ഇങ്ങനെ ഒരു മടി കാണിക്കുന്ന സീനുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ മറ്റേ നമ്മുടെ അടിമാലി ബിനു അടിമാലി അല്ലേ, വേറെ അടിമാലില്ല, ഷിജോ അടിമാലി, പുള്ളിക്കാരനാ ലാലേട്ടന്റെ അസിസ്റ്റന്റ്. അപ്പൊ പുള്ളി ഇങ്ങനെ ഒന്ന് മാറിക്കും അങ്ങോട്ടോ, പുള്ളിയുടെ ജാടയും വിലയും കണ്ടില്ലേ, കുളത്തിലെ വെള്ളത്തിൽ നിന്ന് മുക്കി കുടിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ കുറെ ലാലേട്ടൻ റെഫറൻസ് കുറെ ഉണ്ട് അതിലിങ്ങനെ എവിഡന്റ് അല്ലാതെ കണ്ട് റെഫറൻസ് വളരെ നന്നായിട്ട് പ്ലഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ശരിയാണ് നരസിംഹത്തിനകത്ത് പുള്ളി ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയ സീൻ അതാണ് റെഫറൻസ് പറയുന്നത്. പെട്ടെന്ന് അത് ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ ലഹരി എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന വല്ല സാധനങ്ങൾ സർക്കാർ വിൽക്കുന്ന സാധനങ്ങളാണ് മെജോറിറ്റി. ഇതല്ലാത്ത സാധനങ്ങൾ നമ്മൾ ലിസ്റ്റ് വന്നത് പിന്നെ വരുന്നത് കഞ്ചാവ്, ഹെറോയിന്, MDMA. നമ്മുടെ നാട്ടിൽ മെയിൻ കഞ്ചാവ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് കൊടുക്കണ അതിന്റെ മേളിലോട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ഒരു അപ്പർ ക്ലാസിന്റെ ഇടയിലേ ഉള്ളൂ. അത് കാരണം മേടിക്കുള്ള കാശ് അവരുടെ ഇടയിലൊക്കെ ഉണ്ടാവുള്ളൂ. ആസിഡ്സ് എന്ന് പറയുന്ന സാധനങ്ങളല്ലേ, കൊക്കെയിൻ ഉണ്ട്. അല്ല, ഈ സാധനമൊക്കെ സുലഭമാണതിന് മുമ്പ് ഇവിടെ വട്ടുഗുളിക എന്ന് പറഞ്ഞിട്ട് ഗുളിക മേടിച്ചടിച്ചായിരുന്നു. അല്ല, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഈ സൈക്കാട്രി ഇതിന്റെ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് മരുന്ന് മേടിച്ചടിച്ചായിരുന്നു പിള്ളേര്. ഒരു മുട്ടായിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ. അതെന്തോ ബാങ് പോലത്തെ സാധനമാണെന്ന് തോന്നുന്നുണ്ട്. അത് ഇതുപോലെ 1 രൂപയ്ക്ക് എന്തോ കിട്ടുന്നൊരു മുട്ടായി, അത് മേടിച്ച് കഴിച്ചാൽ കിളിയാവും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഗാങ് പിള്ളേരെ ഞാൻ പരിചയപ്പെട്ടതല്ല. അവന്മാരവിടെ മെഡിക്കൽ കോളേജിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി കിടക്കാണ്. അല്ല, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലല്ല, ഇവന്മാർ അഡ്മിറ്റ് ആയിക്കുന്നത് തൃശ്ശൂര് വെസ്റ്റ് ഫോർട്ടില് അഡ്മിറ്റ്. അപ്പോൾ കോഴിക്കോടുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ അനിയൻ്റെ കൂട്ടുകാർ കുറച്ച് പേര് വണ്ടി ഇടിച്ച് വെസ്റ്റ് ഫോർട്ടിൽ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വണ്ടി ഇടിച്ച വെസ്റ്റ് ഫോർട്ടിലാണ്. അപ്പോൾ ഞാൻ ഇവന്മാരെ അവിടെ ഫസ്റ്റ് ഒരു ദിവസത്തെ പരിപാടി കഴിഞ്ഞപ്പോഴേക്ക് അത്യാവശ്യം ബില്ലായിട്ട് നീ അവരൊന്നും എടുത്തിട്ട് ആ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇട്ടിട്ട് നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന്, ഇത് കുറേ കൊല്ലം മുമ്പാട്ടാ, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത, ഏത് കഞ്ചാവ് എന്നുള്ള സാധനം തന്നെ നമ്മുടെ അവിടെ വളരെ കോമൺ ആയി പറയപ്പെടുന്നതിനൊക്കെ മുമ്പാണ്. ആ സമയത്ത് ഞാൻ അവിടെ ഈ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, അന്ന് നമ്മളുടെ അവിടുത്തെ ഹെയർ സ്റ്റൈലുകളും കാര്യങ്ങളൊന്നും ഇത്ര പരിഷ്കാരം വന്നിട്ടില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് ബില്ലിൻ്റെ അവിടെ ഒരു പയ്യൻ നിൽക്കുന്നുണ്ട്, ഒരു മഞ്ഞ ഷർട്ടും ഒരു ട്രൗസറും ഒരു വള്ളിച്ചെരുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ മുടിയായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ കണ്ടപ്പോൾ ഞാൻ മറ്റേ ഇവൻ പറഞ്ഞിട്ട് വിളിച്ചിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ചേട്ടാ ഞങ്ങൾ ഇങ്ങനെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതാ. അപ്പോൾ ഇതിനു വേണ്ടി ട്രിപ്പ് വെറുതെ ഇറങ്ങി തിരിച്ചതാ. അവന്റെ ഒരുത്തൻ്റെ ഒരു ആക്റ്റീവ് ഉണ്ട്, ഒരുത്തൻ്റെ ഒരു നല്ല കുഴപ്പമില്ലാത്തൊരു ബൈക്ക് ഉണ്ട്. 3 പിള്ളേർ കൂടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അവൻ നാട്ടിൽ വന്നിട്ടുള്ളത്, അവൻ വേറെ വീഡിയോ പഠിക്കാൻ പോയിട്ടുള്ളവനാ. അവൻ നാട്ടിൽ വന്നിട്ടുള്ള അവന്റെ വീട്ടുകാർക്ക് അറിയില്ല. കൂട്ടുകാരുടെ കൂടെ നിന്നിട്ട് ചില്ല് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ അവൻ പറഞ്ഞു മറ്റേ ടാബ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് ടാബാന്ന് എനിക്ക് അറിയാൻ പാടില്ല, അടിച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇത് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മറ്റവൻ പറഞ്ഞു വാഗമണ്ണ് വന്നു. ഞാൻ ആക്റ്റീവ് തന്നെയാ, നീ കോഴിക്കോട് നിന്ന് വാഗമണ്ണിലേക്ക്. അപ്പൊ പറഞ്ഞു നമ്മള് പിന്നെ കുഴപ്പമില്ല വൈബല്ലേ. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇതടിച്ച് കഴിഞ്ഞിട്ട് അവന് അപ്പോഴൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധനം പൊട്ടിയെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഉറങ്ങിണ്ടെന്ന് തോന്നണേ. അവൻ ഇടിച്ചിട്ട് വീണ് കിടക്കാണ്. അപ്പൊ ചെക്കൻ അഡ്മിറ്റ് ആയിട്ട് അവൻ അവിടെ നിന്ന് വീൽ ചെയറിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവന്റെ കാലുമ കെട്ടുണ്ട്, കൈമ കെട്ടുണ്ട്. അവൻ വന്ന് പോവാ എങ്ങോട്ട് വാഗമൊന്ന് പോവാ
വാഗമണ്ണ് നീ കയറ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിട്ടുകളൊക്കെ അതിന് എടുത്ത് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എത്തിച്ചു. ഞാൻ കൃത്യമായി എനിക്ക് മനസ്സിലായി ഇവന്മാരുടെ കൂടെ കിടന്ന് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓരോന്ന് അടിച്ചിട്ട് വീട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ അപ്പുറത്ത് തന്നെ ഒരു റൂമൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് അവന്മാരുടെ മറ്റേത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് പോന്നു. ഞാൻ ഇതിൽ കൂടുതലായിട്ട് ഇടപെടാൻ നിന്നില്ല. പിന്നെ മറ്റവനോട് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ രക്ഷയൊന്നും ഉണ്ടായില്ല, അത്യാവശ്യം നല്ല പൈസ ഒടിഞ്ഞിട്ടുണ്ട്. മറ്റവന്റെ വീട്ടുകാരെ അറിയിച്ചു, അതായത് നാട്ടില് പുത്രനെ എത്തിയെന്ന് അറിയാത്തത്. അപ്പൊ ഇവരുടെ കോലം സംഭവമൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പൊ അന്നാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ടാബ് അടിച്ച്. പറയൂ ജോൺ, എന്ന് മുതലാണ് ലഹരി കടത്ത് സംഘങ്ങൾക്ക് ഇങ്ങനെ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആളായിട്ട് ജോൺ പ്രവർത്തിക്കാൻ തുടങ്ങിയത്? പുള്ളി എടുത്ത് ആ ഹെയർ സ്റ്റൈലും കൂടെ കടമെടുത്തല്ലേ? ഞാൻ ഈ ഹെയർ സ്റ്റൈൽ അകത്ത് മഞ്ഞ നിക്കറ് യൂണിവേഴ്സ് വേറെ എന്നെ അതിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്താൽ യാതൊരു പ്രശ്നമില്ല. എന്താന്ന് വെച്ചാൽ എന്റെ തല അങ്ങനെയാ അന്ന്. പക്ഷെ ഞാൻ ഇതിങ്ങനെ അയച്ചിട്ട് പറഞ്ഞില്ല, അന്ന് ഞാൻ ഇത് കെട്ടി വെച്ചാൽ നടന്നു. ജോണിനെ തോന്നുന്ന ജോൺ അത് കണ്ടിട്ടാണ് അത് തുറന്ന് പറയാനുള്ള മനസ്സ് കാണിച്ചത്. അല്ല അതിപ്പം അല്ലടാ, ചില ഒരു പ്രായത്തില് പിള്ളേർക്ക് ഇതൊക്കെ പറയാന്നുള്ളതാണ്. ചെയ്യണേക്കാൾ കൂടുതൽ അവന്മാരുടെ ലഹരി ഇത് പറയല. ചേട്ടാ ഞാൻ ജാതിക്ക് ഇടുക എന്നുള്ളൊരു സാധനല്ലേ ചെയ്തു എന്നുള്ളത് 4 പേരോട് പറയാ. മാസ് കാണിക്കുന്നുള്ള പരിപാടിയല്ല. ഞാൻ അവന്മാരുടെ അടുത്ത് ഇവിടെ കൊണ്ടുവരക്കിയ മക്കളെ ഇത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്, നിറച്ച് പോലീസുകാരുടെ സ്ഥലമാണ്, സൂക്ഷിച്ചൊക്കെ നിന്നോളൂ അവിടെ എന്ന് പറഞ്ഞിട്ട്. ഇത് കേസാവോ? പഴയ കാര്യങ്ങൾ കേസാവത്തില്ല എന്നുള്ള വിചാരത്തിലാണ് പലരും പലതും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ റീസെന്റ് ഇത്രയും ശക്തമായിട്ട് റെയ്ഡ് നടത്തുകയും ഡാൻസ് ഓഫ് സംഘം ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ചിലപ്പോൾ നേരത്തെ ഉള്ളതായിരിക്കും, അവർക്ക് കൂടുതൽ ടാസ്ക് ഫോഴ്സുകളെ രൂപീകരിച്ച് പണി കൂടുതൽ കൊടുത്ത് റെയ്ഡുകൾ നടക്കുകയും നമ്മൾ പോപ്പുലർ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം അതിനകത്ത് ഈ ലിസ്റ്റിൽ കൂടുതൽ വരികയും അറസ്റ്റുകൾ നടക്കുകയും ചെയ്തതിൻ്റെ ബേസിലാണ് നമ്മളിത് സംസാരിക്കുന്നത്. നമ്മളിത് പലപ്പോഴും ലൈറ്റായിട്ട് പലയിടത്തും പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ലഹരി എന്നുള്ള ടോപ്പിക് നമ്മൾ പലയിടത്ത് വല്ലതിനകത്ത് കയറി പോയിട്ടുണ്ടാവും. നമ്മൾ അല്ല ഇതിന് കഥകളും ഒക്കെ ഭയങ്കര അറ്റൻഷൻ ഇതിന് കിട്ടിയതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരസ്യം ചെയ്യാൻ ഷാരൂഖ് ഖാനെ വിളിക്കുന്നതിന് റീച്ച് കൂടുതൽ കിട്ടാൻ. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നിക്കണമെങ്കിൽ സെലിബ്രിറ്റികൾ പിടിക്കപ്പെടുമ്പോൾ ഏത് പോയിന്റിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ഒരു ഗവൺമെന്റ് ആക്റ്റീവായിട്ട് ഇതില് ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും ഗവൺമെന്റിന് അതില് ഗവൺമെന്റിന് ഇടപെട്ടാൽ മാത്രം പോരാ, അത് ഇടപെടുന്നുണ്ട് എന്നുള്ള ഫീൽ ഉണ്ടാക്കണം എന്നുള്ള പ്രശ്നം തുടങ്ങി. അപ്പോഴാണ് പണ്ട് നമ്മുടെ അവിടെ ശരിക്കും നടന്നായിരുന്നു. ഇതിന് മുമ്പത്തെ ലഹരി വേട്ടകളായിരുന്നു ഗംഭീരം. അതായത് കിലോ കണക്കിനെ പിടിച്ചായിരുന്നു. അതെ അതെ, ഇത് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ കാണാം ഇത്ര കിലോ ആയിട്ട് പിടിച്ചു. പക്ഷെ അതിലൊരു ചെറിയ കോളം ന്യൂസിന്റെ ഇതോ അതിന് ഫോളോ അപ്പ് വരാത്ത രീതിയിലുള്ള പിടിക്കലുകളാണ് നടന്നുകൊണ്ടിരുന്നായിരുന്നു. ഇത് പിടിക്കുന്നത് 9 ഗ്രാം 6 ഗ്രാം എന്ന് പറയുന്ന സാധനമാണെങ്കിലും പിടിക്കപ്പെടുന്ന ആള് വാർത്താ പ്രാധാന്യം കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ഗവൺമെന്റ് ഇറങ്ങി ആ ഒരു പേടിയും പെട്ടെന്ന് ആൾക്കാരിലേക്ക് വരാനും അത് ഇതല്ല. അതായത് ഒരു സെലിബ്രിറ്റി ലെവലിലുള്ളവനെ പോലും പിടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരൻ ശരിക്കും പേടിക്കും ഉപയോഗിക്കണം. പക്ഷെ സെലിബ്രിറ്റി ലെവലിൽ അങ്ങനെ കാര്യപ്പെട്ട ആൾക്കാരെയൊന്നും തൊട്ടിട്ടില്ല അല്ലേ? ആക്ച്വലി അത് ആ പേടിപ്പിക്കാൻ ആയിരിക്കണം അവര് ശ്രമിക്കുന്നത്. അത് തന്നെ ആയിരിക്കുള്ളൂ. അതാണ്, അതായത് ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള ആള് പിടിക്കണ്ടെങ്കിൽ നീ നോക്കിയിരിക്കണ്ട, നിന്നെ പുറത്തു പോലും ഇറക്കൂല എന്നുള്ള ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെ ആയിരിക്കും ചെയ്യണ്ടാവുക. പ്ലാൻഡ് ആയിരിക്കുള്ളൂ. സെലിബ്രിറ്റീസിനെ പിടിക്കുമ്പോഴാണല്ലോ ഇത് ആക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ആൾക്കാർ ഈ പറഞ്ഞ അകത്തെ പേജിലെ വരും സാധാരണക്കാരനെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നടക്കുന്നുണ്ടെന്നുള്ളത് അല്ലെ പരാതി പറഞ്ഞോണ്ടിരിക്കും ആൾക്കാർ. ഇതൊന്നും ചെയ്യാൻ സർക്കാരൊന്നും ചെയ്യില്ല തുടങ്ങിയെന്ന് വെച്ചാൽ എനിക്കൊന്ന് ഇടയ്ക്കൊക്കെ ഇത് ഈ പറഞ്ഞ പണ്ടും കഞ്ചാവ് പിടിച്ചത് അന്ന് ക്വാണ്ടിറ്റി വലുതായിരുന്നു. പിന്നെ മറ്റേ അടുപ്പിച്ച് കുറെ കൊലപാതകം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ ലഹരിയാണ്. ഇപ്പൊ എന്ത് കറങ്ങി നടന്നാലും ആളെ ടെസ്റ്റ് ചെയ്തിട്ട് ഇന്ന ലഹരി അടിച്ചിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അല്ല, ഇതില് ഈ കണക്ഷൻ പിടിച്ചത് അതല്ല. വലിയ ഇതുപോലെ തന്നെ ഒരു വലിയ വേട്ട നടന്നു. ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ഒരു പെണ്ണിനെ ഇവരെ പിടിച്ചു. അവര് കംപ്ലീറ്റ് അവരുടെ കസ്റ്റമേഴ്സ് ലിസ്റ്റ് പുറത്തോട്ട്. അതിൽ നിന്നാണ് ഈ ഇവരിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ഇത്രയും ഫണ്ടിന്റെ ഒക്കെ ഡീലിങ്സ് ഇവിടെ നടക്കണമെന്ന് പറയുമ്പോൾ സർക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സർക്കാരിന് മോശമല്ലേ? അതുകൊണ്ടായിരിക്കണം ഇത്രയും ആക്റ്റീവായിട്ട് ഇപ്പം. പിന്നെ ഇപ്പോഴത്തെ എല്ലാ വയലൻസിനെ അവസാനം കൂട്ടിക്കെട്ടാൻ നോക്കുന്നത് ഡ്രഗ്സിന്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ വയലൻസ് വല്ലാതെ വയലന്റ് ആയിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ആൾക്കാർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഈ ഏറ്റവും പ്രശ്നമുള്ള ലഹരി ഞാൻ കണ്ടേക്കുന്ന പ്രശ്നമുള്ള ലഹരി മദ്യമാണ്. ശരിക്കും എക്സ്പെരിമെന്റിന്റെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ജോൺ? അതോ ആരോ പറഞ്ഞ സാധനം. ഒരു റൂമില് ഒരു 15 പേരെ ഇട്ടിട്ടുണ്ട്, വേറൊരു റൂമിൽ വേറൊരു 15 പേരുണ്ട്. ഈ 15 പേർക്ക് മദ്യം കൊടുത്ത് അപ്പുറത്ത് 15 പേർക്ക് ഈ വീടും കൊടുത്തു കഴിഞ്ഞാൽ, കഞ്ചാവ് കൊടുത്തു കഴിഞ്ഞാൽ
അപ്പം മറ്റേ വെള്ളം അടിച്ച 15 പേര് ആ റൂമിൽ ഓരോരുത്തന്മാരെ തമ്മി ഒരുത്തനെ എന്തെങ്കിലും കുത്തി കൊന്നിട്ടുണ്ടായിരിക്കും ഇത്ര മണിക്കൂറിനകത്ത്. മറ്റൊരു പീസായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് വൈബ് ചെയ്ത് ചില്ല് ചെയ്യാൻ പറ്റണവർ കൂടി ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് അവര് പീസ്ഫുൾ ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ കഥ പറഞ്ഞ നേരെ തിരിയും, കള്ളുപിടിച്ചൊരു ഭയങ്കര കമ്പനി ആയിരിക്കും കെട്ടിപ്പിടിക്കുന്നത്. പക്ഷെ വെള്ളവടിയിൽ എപ്പോഴും ആരെങ്കിലും ഒരാളൊക്കെ ഭയങ്കര റോങ് അടിച്ച് അത് ചിലരുടെ ഒരു നേച്ചറാ. അതായത് ചിലര് 2 പെഗ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇതാവും, ഫ്ലിപ്പ് അടിക്കണമാരുണ്ട്. അത് എല്ലാത്തിലും ഉണ്ട്. എന്നാലും ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ലഹരി ഞാനിത് ഇങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഈ പറഞ്ഞ 5 ഗ്രാം 6 ഗ്രാം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരാളെ നശിപ്പിക്കുകയാണല്ലോ. അയാൾ ഇനി ആ പേര് വീണ് കഴിഞ്ഞത് പോകത്തില്ല. എത്രയോ ചിലപ്പോൾ ആൾക്കാർ, ആ വ്യക്തികൾ ഭയങ്കര നല്ല ആൾക്കാരായിരിക്കും, അവർ ഭയങ്കര നല്ല മനുഷ്യരായിരിക്കും, പക്ഷെ അവർ ഈ ഒരൊറ്റ കാര്യത്തിൽ ഇങ്ങനെ ഇതാകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്താണ് നമ്മുടെ അവിടെ ക്രൈം എന്ന് പറഞ്ഞാൽ ക്രൈമാണ്. അതിപ്പോ കുത്തി കൊല്ലണ ഒരാളുടെ സ്വഭാവം ചിലപ്പോൾ നല്ലതായിരിക്കും. അയാൾ കൊന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൈം എന്നുള്ള കാറ്റഗറിയിൽ വരണേ ക്രൈം തന്നെയാണ്. അടുത്തതിൻ്റെ ഇത് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് പുള്ളി ഒരു പേഴ്സണൽ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യണമായിരുന്നു. ഇത് പർപ്പസ്ഫുള്ളി ഇത് ഉപയോഗിച്ചിട്ട് വേറൊരു ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല, അങ്ങനെ ഒരു ടൂളായിട്ടൊന്നും ഉപയോഗിക്കുന്ന സാധനമൊന്നും അല്ലല്ലോ. ഇതാ ഒരാൾ പീസായിട്ടിരിക്കാനോ അല്ലെ ഹാപ്പി ആയിട്ടിരിക്കാനോ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. മദ്യം അടിക്കുന്നവൻ എത്രയോ കുടുംബങ്ങൾ നശിച്ചേക്കണം. എനിക്ക് തോന്നുന്നു ഞാനും കണ്ടു കൊച്ചിൽ എൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് മദ്യപിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പല കുടുംബങ്ങളും എനിക്ക് നമ്മളെ അങ്ങനെയുള്ള കുറെ കുടുംബങ്ങൾ വീട്ടിലെ അച്ഛൻ ഭയങ്കരമായിട്ട് വെള്ളം അടിക്കണമെങ്കിൽ ആ ഫാമിലി മൊത്തത്തോടെ അത് അപ്പം മദ്യം എന്തോരം മോശം സാധനമാണ്. എന്നിട്ട് അത് സർക്കാർ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ ഇത്രയും ടാക്സ് പിടിച്ച് നല്ല ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പുറത്ത് ഇതേ സാധനം ഇതേ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കണം, അതേ സാധനത്തിന് ഈ പറഞ്ഞ ഇത്രയും പ്രശ്നം ഉണ്ടാക്കണം, ലീഗലൈസ് ചെയ്യണമെന്നാണ് നീ പറഞ്ഞു വരുന്നത്. അല്ല, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു. ഉത്തരം കിട്ടിയോ? ഞാൻ ചിന്തിച്ചപ്പം പിന്നെ ഞാൻ ചിന്തിച്ചപ്പോ സെറ്റ് എഴുതാം. ശരിക്കും ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഇതുപോലെ കുറെ സാധനങ്ങൾ വായിക്കുകയും പല ആൾക്കാരുടെ ഇതുപോലെ ഇതിന്റെ ചില ഇന്റർവ്യൂസും പരിപാടികളൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഒരു കാര്യം ഇവര് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇത് ഉപയോഗിക്കണം, കുട്ടികൾക്ക് ഭയങ്കര ഈസ് ഓഫ് ആക്സസ് ഉണ്ട് ഇതിലോട്ട്. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഈ പറഞ്ഞ യുവതലമുറ എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് നശിച്ചു നോക്കണം. അപ്പൊ ഇങ്ങനത്തെ നേരത്തെ പറഞ്ഞാൽ ആ മഞ്ഞ നിക്കറും മുടിയായിട്ട് പില്ലടിച്ചിട്ട് ആശുപത്രി കയറിയതിനെ പോലത്തെ കുറെ സെറ്റ് ഓഫ് ആൾക്കാരായിരിക്കും സമൂഹത്തിൽ വരണേ. അത് ഭയങ്കര ഞാൻ ആ ഒരു പോയിന്റ് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്. ഒരു സാധനം റിക്രിയേഷണലായിട്ട് ഉപയോഗിക്കുന്നത് ഉത്തരവാദിത്തത്തോടു കൂടി ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, പിന്നെ ഒരു കൺട്രോൾ വിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ തിരിച്ച് ചിന്തിച്ചല്ലോ, അതായത് പിള്ളേരെ ഈ പറഞ്ഞ ബാധിക്കുന്നപ്പോൾ സമൂഹത്തിൽ മൊത്തം ഇത്ര ആൾക്കാരാന്ന് വിചാരിക്കുമ്പോഴും ഇത് മദ്യം കൊണ്ടും നടക്കണുണ്ടല്ലോ. അതേ ഉള്ളൂ. അതുപോലെ വേറൊരു സാധനമാണെന്നല്ലേ ഉള്ളൂ ഇത്. അപ്പം അങ്ങനെയാണെങ്കിൽ മദ്യം നിരോധിക്കണം എന്നുള്ളതാണ്. നീ എവിടെയാണ് അല്ല, ഞാൻ പറഞ്ഞ ഈ തലമുറ നശിക്കരുത് എന്ന് പറഞ്ഞാൽ ഏത് തലമുറ നശിച്ചാലും നാശം തന്നെയാണല്ലോ. ഈ പിള്ളേരുടെ ഇതിലേക്ക് ഡ്രഗ്സ് എത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രശ്നമുള്ളത്. ഡെവലപ്പിംഗ് ബ്രെയിൻ ആ സ്റ്റേജിലാണ് ഇവർ ഈ സാധനം യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അവരുടെ ഇത് എക്സ്ക്ലൂസീവ് എനിക്കുള്ള എൻ്റെ അറിവല്ല, ദീപക് മോഹൻ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ കൊള്ളാലോ എന്ന് വിചാരിച്ച് ഞാൻ കേട്ടിരുന്നിട്ടുള്ള ഒരു പോയിന്റ്. അതായത് അവർ ആ സമയത്ത് ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനം അവർക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു സംഭവത്തിലേക്ക് എന്തെങ്കിലും ഡിപ്പെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത് ആ ഒരു പ്രായത്തിലാവുന്നത് ഭയങ്കര പ്രശ്നമാണെന്നുള്ളത്. നമ്മളൊരു കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാർ ആ പ്രായപരിധി എന്നല്ല, ഈ പറഞ്ഞ പോലെ നമ്മുടെ തലച്ചോറിൻ്റെ പൂർണ്ണ വികാസം സംഭവിച്ചതിന് ശേഷമുള്ള ഒരുത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോൾ അങ്ങനെ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവന് അതിൽ നിന്ന് അങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ ഡ്രഗ് തന്നെ വേണമെന്നില്ല. പിള്ളേരെന്ന് പറഞ്ഞ സാധനങ്ങൾക്ക് വേറൊന്നും അവർ ആ ഒരു പ്രായത്തിൽ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ ശരണം പിടിക്കും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇതിൽ മെയിൻ പ്രശ്നം വരുന്നത് ഇപ്പോഴും സർക്കാരിനും ഉണ്ടാവുന്ന ചിന്ത എന്ന് പറയുന്നത് അതായിരിക്കും. അതായത് ഈ സാധനം സ്കൂളുകളിലേക്ക് എത്തുന്നു, ആ ഒരു പ്രായത്തിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർ ഇത് യൂസ് ചെയ്യണു, അവിടെയാണ് ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അതിപ്പോൾ കള്ളുകൂടി എന്ന് പറഞ്ഞ സാധനം ആയാലും നമ്മൾ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു SSLC പരീക്ഷ കഴിഞ്ഞിട്ട് 3 പിള്ളേരെ അടിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വന്നിട്ട് ബാഗിൽ നിന്ന് പിടിച്ചത് പത്രത്തിലുണ്ടായിരുന്നു. മദ്യം ചെറുപ്പത്തിലെ കോക്ടെയിലല്ലേ അത് ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടുപോകുന്നതാണ്. സ്പ്രൈറ്റിന്റെ ഒരു കുപ്പിയിൽ ഒരു വൈറ്റ് റം മിക്സ് പരീക്ഷകളിരിക്കുമ്പല്ലേ
ഈ പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് സോഴ്സ് വേറെ ഇല്ല എന്ന് പറയുന്നതും പ്രായമുള്ളവർക്ക് എന്റർടൈൻമെന്റിന് എന്റർടൈൻമെന്റ് സോഴ്സ് ഇല്ലെന്നല്ല പറഞ്ഞത്, അവരെ എക്സ്ട്രീം സാധനത്തിലേക്ക് അതായത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിപ്പോൾ ഞാൻ ഭയങ്കര ഔദ്യോഗികമായിട്ട് പറയണല്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഹാപ്പിനെസിന്റെ ലെവലുണ്ട്. നമുക്കിപ്പോൾ ഒരു സാധനം ചെയ്യുമ്പോൾ ഇത്രയും ഹാപ്പിനെസ്, നമുക്ക് പരീക്ഷയ്ക്കൊക്കെ പഠിക്കാതിരിക്കുമ്പോൾ പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്ക് സമയത്ത് തുടങ്ങുമ്പോൾ തന്നെ ഉറക്കം വരല്ലേ, അതിൻ്റെ ബ്രേക്ക് സമയത്ത് നമ്മളൊരു പാട്ട് കേൾക്കുകയോ സിനിമ കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്രയും എൻ്റർടൈൻഡ് ആവുന്നതിൻ്റെ കാര്യം നമ്മൾ ഭയങ്കര ബോറായിട്ടുള്ളൊരു സാധനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രെയിന് തീരെ ഹാപ്പിനെസ് കിട്ടൂല. അതിനിടയ്ക്ക് നമ്മൾ ഡിസ്ട്രാക്ട് ആയി പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്കും പറയും ഇതാണ് പൊളി, ഇതാണ് മൂടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമുക്ക് അത് ഭയങ്കര രസം തോന്നും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാണുന്നൊരു സിനിമയ്ക്കൊക്കെ ഭയങ്കര ഫീലല്ലേ. ആ ഒരു ഹാപ്പിനെസിൻ്റെ ഒരു മീറ്ററുണ്ട്. അപ്പോൾ നമ്മളൊരു ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ പീക്ക് അടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് വേറെ പിന്നെ ചെയ്തുകൊണ്ടിരുന്ന ഹാപ്പിനെസ് തരുന്നൊരു സാധനം ചെയ്താലും നമുക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സാധനം പിള്ളേർ ഓൾറെഡി ആ നല്ല ഹാപ്പിനെസ് മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ ആദ്യം ഹിറ്റ് ചെയ്യണത് ഇതാ. അപ്പോൾ അവന്മാർക്ക് അത് ഭയങ്കര, അവന്മാർക്ക് അതാണ് ഏറ്റവും ഹാപ്പിനെസ്. വേറൊരു സാധനം അവന്മാർക്ക് റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന 40 ആൾക്കാർ അല്ലെങ്കിൽ 50 കഴിഞ്ഞ ആൾക്കാരൊക്കെ ഈ പറയുന്ന അവരുടേതായ ലൈഫിന്റെ എല്ലാ ഓട്ടവും കഴിഞ്ഞിട്ട് അവരുടെ മെയിൻ ഹാപ്പിനെസ് വെള്ളമടിയോ പറയുന്ന ലഹരി ഉപയോഗം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് പേരുടെ. അതായത് അവർ യാത്ര പോകുന്നത് വെള്ളമടിക്കാൻ വേണ്ടിയാണ്, അവർ കൂട്ടുകൂടുന്നത് വെള്ളമടിക്കാൻ വേണ്ടിയാണ്, കല്യാണത്തിന് വന്ന് വെള്ളമടിക്കാനാണ്, മരണത്തിന് കൂടുന്ന വെള്ളമടിക്കാൻ വേണ്ടിയാണ്, അവർ വെള്ളമടിക്കുന്ന വെള്ളമടിക്കാൻ വേണ്ടിയാണ്, ഇന്ന് വൈകിട്ടത്തെ റിഫ്രഷ്മെന്റ് എന്താണ് വെള്ളമടിയാണ്, ഹർത്താൽ ദിവസത്തിന്റെ ആഘോഷം എന്ന വെള്ളമടിയാണ്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ എല്ലാത്തിനും സങ്കടം സന്തോഷം എല്ലാത്തിനും വെള്ളവടിയെ റിസോർട്ട് ചെയ്യുന്ന ഒരാൾക്കാരെ ഒരു കൂട്ടം ആൾക്കാർ, നമ്മൾ ഈ പറയുന്ന മുതിർന്നവർ, അതായത് ചെറുപ്പത്തിലെ ഇത് കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യത ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ പറയുന്ന അത്രയും പോപ്പുലറായിട്ട് കഞ്ചാവൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് വളർന്ന ആൾക്കാർ, അവരുടെ മെജോറിറ്റി ആളുകളുടെയും സന്തോഷം എന്ന് പറയുന്ന പോയിന്റ് ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കേരളത്തിലുള്ള ആൾക്കാരുടെ ആണോ നമ്മൾ കാണുന്നത്? നമ്മൾ സ്ഥിരം കാണുന്നത് അങ്ങനെ. പക്ഷെ നമ്മളങ്ങനെ അധികം വിദേശത്ത് പോയി താമസിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ പോയ സമയത്ത്, പക്ഷേ അടുത്ത കുഴപ്പമില്ല, വിദേശത്ത് പോയപ്പോഴും നമ്മൾ ഷോസിനൊക്കെ പോകുമ്പോഴും നമ്മൾ കാണുന്ന മലയാളികളെയാണ്. അപ്പോൾ അവരിത് തന്നെ പരിപാടിയാണ്. അപ്പോൾ ഇത് നമുക്ക് കേരളത്തിന്റെ മാത്രം പ്രശ്നമാണോ മറ്റേത് പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഈ കൺസംഷൻ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ മാത്രം ശ്രദ്ധിക്കാറുള്ളൂ. അതായത് വിദേശത്ത് എല്ലാം കൂടെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. നേപ്പാളും പാകിസ്ഥാനും ഒന്ന് നോക്കിട്ടോ. അതുപോലെ അല്ല, പാകിസ്ഥാൻ നോക്കട്ടെ, റിൻഷാൻ നോക്കണ്ട. പാകിസ്ഥാൻ റിൻഷാൻ നോക്കാത്ത നല്ലതല്ലേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. മാധവൻ നായർ നോക്കട്ടെ പാകിസ്ഥാന്റെ പേര്. നമ്മള് ഇവിടെ കേരളത്തില് ഓണത്തിന് ഇത്ര വിറ്റു അങ്ങനെയുള്ള സാധനം നമ്മൾ കേൾക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി തൃശ്ശൂരൊക്കെ സെക്കൻഡൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വന്നത് എനിക്കറിയില്ല. ശരിക്കും എന്ത് കൊടുക്കണം, എന്ത് മോശം മെസ്സേജ് അല്ലേ പത്രത്തിൽ വരിക. ഞങ്ങൾക്ക് ഒരു ട്രോഫി കിട്ടിയ പോലത്തെ ഒരു ഇതൊക്കെ ചാലിക്കുടി ഫസ്റ്റ് അടിച്ചു എന്നൊക്കെ പറയുന്നത്. ഒരു മത്സരക്കുടി ബാക്കിയുള്ള രാജ്യങ്ങളുണ്ടോന്ന് നമ്മൾ അങ്ങനത്തെ ഈ പറയുന്ന ലിക്കർ അത് യുവജനോത്സവത്തിന് പിള്ളേർക്ക് പോകുമ്പോ കിട്ടുന്ന അതേ ഫീല നമ്മുടെ സ്കൂളിൽ അടിച്ചു. അതാ കഴിഞ്ഞ ഓണത്തിന് 3:45 ആയപ്പോഴത്തേക്ക് കുര്യൻ എന്നെ വിളിച്ചിട്ടുണ്ട്, കോട്ടയം അടിച്ചു ചെന്ത്. അപ്പൊ ഇവന് കോട്ടയത്തിനടുത്ത സ്നേഹമുള്ള പോലെ എനിക്കറിയത്തില്ല. അതെന്തല്ലേ മദ്യം വിറ്റല് ഫസ്റ്റ് അടിച്ചു, കോട്ടയം സെക്കൻഡോ തേർഡോ എന്തോ അടിച്ചു. ഇത് ഇത്ര പോപ്പുലറായിട്ട് ഒരു സൊസൈറ്റി സിസ്റ്റം തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു ഭാഗം ഒരിടത്ത് നിൽക്കുന്നു. ഇതിന് ബദലായിട്ട് അതും ഞാൻ കാണുമ്പോൾ ഒരു കഞ്ചാവ് അടിച്ചിട്ട് ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരെയല്ല ഞാൻ കാണുന്നത്. അവർ മദ്യം പിടിക്കും, എന്നിട്ട് കഞ്ചാവ് അടിക്കും, എന്നിട്ട് സമയം പൈസ ഉള്ളപ്പോൾ പൊടി പിടിക്കും, അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നീ പറഞ്ഞത് ഒരു റൂമിനകത്ത് മദ്യം കുടിക്കുന്നവരും ഒരു റൂമിനകത്ത് കഞ്ചാവ് അടിക്കുന്ന അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. ഇവൻ പറയും രണ്ടെണ്ണം അടിക്കുന്ന അത് മിക്സ് ആവുള്ളൂ. അത് കേരളത്തിലല്ലേ? കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ മദ്യപാനം എത്ര കൂടിയത്? കേരളത്തിൽ കുറവാ. എങ്ങനെ കുറവ്? എടാ ഇന്ത്യയില് കള്ളൂടി ഇതിന്റെ സംസ്ഥാനങ്ങളിൽ കേരളം പിന്നില്ല. അത് ശരി, ഇന്ത്യയില് നമ്മള് കുടിക്കുന്നതിന്റെ കാശ് കൂടുതലാ. ഓ, അതുകൊണ്ടാണ് നമ്മള് കുടിക്കുന്നത് കാശ് കൂടിയ സാധനം അടിക്കുന്നത്. പക്ഷെ നമ്മൾ കുടിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി വേറെ സ്റ്റേറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മള് പിന്നില്ല.
ഇത് ഇങ്ങനെ കണക്ക് ഉറപ്പാണ്. വോഡ്കയൊക്കെ നമ്മൾ റഷ്യയുടെ പേരിലാണല്ലോ അറിയപ്പെടുത്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ അവരടിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ സിനിമകളിൽ അല്ലെങ്കിൽ സീരീസിലൊക്കെ പറയുന്ന ചൂടില്ല തണുപ്പിന് നല്ലതെന്നൊക്കെ എല്ലായിടത്തും അടിക്കുന്നുണ്ട്. അതുപോലെ UK ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ബിയർ അത്യാവശ്യം ഒരു കൾച്ചറാണ്. ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഈ സർവീസ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ശരിയാ, നമ്മൾ വിദേശത്താണ് മലയാളികൾ എല്ലാത്തിനും കുടിക്കുന്ന സ്ഥിരം കുടിക്കുന്ന സാധനം ബിയർ കുടിക്കുന്നവരാണ്. ബിയർ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അല്ല, ഈ തണുത്ത രാജ്യങ്ങളിൽ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഹോട്ട് ചായ കുടിച്ചാ പോരെ. അതല്ല ഞാൻ പറയട്ടെ, വ്യത്യാസം നമ്മളിപ്പം ഇവിടെ നിന്ന് 2 പെഗ് അടിക്കുന്നത് 3 2 പെഗ് അടിക്കുന്നത് നമ്മൾ വ്യത്യാസമുണ്ട്. 3 2 പെഗ് അടിച്ചാൽ നീ ഫിറ്റ് ആവില്ല. ആൽക്കഹോളിക് അതിനെനിക്ക് മനസ്സിലാത്ത ആൾക്കാർ ഇവിടുന്ന് വണ്ടി പിടിച്ച് വണ്ടിക്കകത്തിരുന്ന് അടിക്കാവുന്നിടത്തോളം വണ്ടിക്കകത്തിരുന്ന് അടിക്കാവുന്നിടത്തോളം അടിച്ച് അവിടെ ചെന്നിട്ട് ഒരു റൂം എടുത്തിട്ട് ആ റൂമിനകത്തിരുന്ന് അടിച്ച് ആദ്യം ചെന്ന് അന്വേഷിക്കുന്നത് അവിടുത്തെ ഞങ്ങള് കോളേജ് സമയത്ത് ടൂറിൽ ഇതാണ് വണ്ടി ഒരു സ്ഥലത്ത് എന്തെങ്കിലും പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ അപ്പം ഞങ്ങളുടെ കൂടെ പേര് പറയണ്ടല്ലേ, അവ ഇറങ്ങിക്കഴിഞ്ഞാൽ തമിഴ് പറയുന്ന അണ്ണ എങ്ക അതാവത് കിടക്കുമാ. ഈ ഒരു തമിഴ് തന്നെ അറിയുള്ളൂ. എങ്ക അതാവത് കിടക്കുമ. നമ്മളിത് 3ാമത്തെ എപ്പിസോഡിൽ ഇത് പറയുന്നത്. നമ്മളിത് പലയിടത്തും ഈ കഥ പറഞ്ഞിട്ടുണ്ട്. എങ്ക അതാവത് കിടക്കുമാ. ജോൺ വേറെ ഏതാവത് കിടക്കുക വേറെ എന്റെ ചെങ്ങാടം 3 എപ്പിസോഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ പോഡ്കാസ്റ്റ് നിർത്തണമെന്ന് ആൾക്കാർ പറയുന്നത് ഈ കഥകൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചിട്ട് ഒരു ദിവസം നമ്മൾ ഒരു എപ്പിസോഡ് അതുപോലെ പറയും മൊത്തം. അപ്പൊ മതി, ഒരിക്കലും അത് പറയാൻ പറ്റില്ല, നമ്മൾ തെറ്റിക്കും. ഒന്ന് ഇത് ആലോചിച്ചെടുത്ത് പറയണ സാധനങ്ങളാ, പല കഥകളും ട്വിസ്റ്റ് ആവും. ലഹരി എന്ന് പറയുമ്പോൾ അഡിക്ഷൻ അല്ലേ ലഹരി? അല്ല, ലഹരി എന്ന് പറഞ്ഞാൽ മാനസികമായും ശാരീരികമായും നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് തളരുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ ലഹരി. ലഹരി അഡിക്ഷൻ അല്ല. അഡിക്ഷൻ അഡിക്ഷൻ റിക്രിയേഷണൽ ആയിട്ടുള്ള യൂസ് ഉണ്ട്, അഡിക്ഷൻ ഉണ്ട്. അഡിക്ഷൻ എന്ന് വെച്ചാൽ ആസക്തിയാണ്. അപ്പൊ ലഹരി എന്ന് വെച്ചാൽ ലഹരി മലയാളം ഇംഗ്ലീഷ് വരുന്നത് ലഹരി വാട്ട് ഈസ് ഇൻടോക്സിക്കേഷൻ. നശ എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും അകത്ത് ചെന്നിട്ട് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് ബോധത്തിന് ബാധിക്കുന്ന സാധനം, ബോധത്തിന് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് തളർച്ച. ഇപ്പൊ നല്ല ഭക്ഷണം കഴിച്ചാൽ നമുക്കൊരു തളർച്ചയും നമുക്കൊന്നും ചെയ്യാഴികയും ഒക്കെ തോന്നുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് രാസക്തിയായിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ടേംസാണ് ഞാൻ പറയുന്നത്, ടേംസ്. മധുരം രാസക്തി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും അസുഖങ്ങളും വരുന്നുണ്ട്. അപ്പോ ശരിക്കും ലഹരി എന്ന് പറഞ്ഞ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇന്നത്തെ മായം ചേർന്ന ഭക്ഷണങ്ങളും പിന്നെ നമ്മളുടെ അൺഹെൽത്തി ഹാബിറ്റ്സും ആഡ് ചെയ്യേണ്ടതല്ലേ? ഭക്ഷണത്തിന് നിങ്ങൾക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഹരിയായിട്ട് കാണാം. നീ പഞ്ചസാര 2 ലഡ്ഡു കഴിച്ച് കഴിയുമ്പോ നിന്റെ സ്വഭാവം മാറില്ല. ചോട്ടാ ഭീമാവണല്ല. അല്ലാണ്ട് നീ ഒരു 2 ലഡ്ഡു 4 ജിലേബി തിന്നെ ചീര കഴിച്ച പപ്പായ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ നൈസായിട്ട് ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇല്ലടാ. സാധനം ഞാൻ അടയാം. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ട്. ഇന്ത്യ മൊത്തം, ആദ്യം ബംഗാൾ എന്ന് ഉദ്ദേശിച്ചു, പിന്നെ അതിന്റെ സ്കോപ്പ് വലുതാക്കി ഇന്ത്യ മൊത്തം അവര് ഒരു സ്റ്റഡി അപ്പൊ അതിനകത്ത് അവരുടെ നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ ലെവലുകളിലാവാം, ചെറിയ ലെവൽ. പിന്നെ ഇത് കൺസംഷൻ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ അതായത് അപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ അവർക്ക് തന്നെയാണ് ദോഷം. അതായത് അവർ കൂടുതൽ ആൾക്കാർക്ക് വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. എന്നിട്ട് അവർ അതിനെ റെഗുലേറ്റ് ചെയ്ത് ഇതുപോലെ ടാക്സ് ചെയ്ത് സെല് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയാണല്ലോ. ഇപ്പൊ ഈ പറയുന്ന UK-ലും ഇവിടെ ഒക്കെ ലീഗലൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 കിലോ മേടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ല. ചെടി വളർത്താം. 2 ചെടിയോ 2 ചെടി വളർത്താന്നോ ഇത്ര ഗ്രാം കയ്യിൽ വെക്കാന്നോ. അതായത് നമ്മൾ റെഗുലേറ്റഡ് ആയിട്ട് ഈ സാധനം ഉപയോഗിക്കാം, പെർമിറ്റ് വെച്ച് ഇത്ര സാധനത്തിൽ ഉപയോഗിക്കാം, നിന്നെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവരുത് നാട്ടുകാർക്ക്. ആ ഒരു സാധനം മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അതിലും നമുക്ക് ലിമിറ്റ് ഉണ്ട്, ഇത്രയാവാം മദ്യപിക്കുന്നതില് ഇത്ര വരെ ആൽക്കഹോളിന്റെ ലെവൽസ് ആവാന്നുള്ളതുണ്ട്. അതായത് നമ്മളുടെ ബോധത്തിന് നശിപ്പിക്കാത്ത അത്രയുള്ള ലഹരി നമുക്ക് കൺസ്യൂം ചെയ്യാം എന്നുള്ളതാണ്. അത് ആരെങ്കിലും ഒരു സ്റ്റഡി നടത്തിയിട്ട് ലീഗലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു സാധനം കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ
മാറുമായിരിക്കും. പിള്ളേരൊക്കെ അടിച്ച് കെറിങ്ങി സോഷ്യൽ അച്ഛന്റെ 6 ഗ്രാം കാണാനില്ല, നോക്കുമ്പോ ചെക്കൻ ഇല്ല പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ഫാമിലീസിലും പിള്ളേർക്ക് മദ്യം ചെറുതായിട്ട് കൊടുക്കൂല്ലേ? ജോൺ ജോയ്ക്കൊക്കെ കൊച്ചിലെ വന്നിട്ടില്ലേ? ഇല്ല എന്റെ വീട്ടിൽ തന്നിട്ടില്ല. ഈ സിനിമകളും സീരിയലും നശിപ്പിക്കുന്ന ഇങ്ങനത്തെ അമ്മയുടെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ തെങ്ങും പറമ്പും തേങ്ങും വാങ്ങിക്കുള്ള കാരണം അവിടെ ചെത്താൻ കൊടുക്കുന്നുണ്ട്. ആ ചെത്തി കൊണ്ടുവരണ ഇത് കള്ളപ്പണ്ടാക്കാൻ കൊണ്ടുവരണത് നമ്മൾ എടുത്ത് കുടിക്കും. അതും പറ്റെന്താന്ന് അറിയണ അത്രയ്ക്കൊന്നും കുടിക്കില്ല. ഇതിന്റെ ആ പുളിപ്പും രസം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അല്ല അതറിഞ്ഞാലല്ലേ പ്രശ്നം. അല്ലാണ്ട് ടേസ്റ്റ് അറിഞ്ഞ ഞാൻ ആദ്യം എനിക്ക് ശരിക്കും ഞാൻ ഒരു അങ്കിൾ എനിക്ക് തരുന്നത് +2 പഠിക്കുമ്പോഴാണ്. +2 പഠിക്കുമ്പോൾ ഞാൻ ഇത് തുപ്പിക്കളഞ്ഞു. അത് ആ തുപ്പിയെ കുറിച്ച് ആലോചിച്ച് ഞാൻ പിന്നീട് കുറേ ഗീതിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പായി തുടങ്ങിയിട്ടുണ്ടാവുമായിരിക്കും. ഇല്ല മുമ്പ് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതിന്റെ അളവ് ഇത് ഉപയോഗിക്കാതെ നിന്റെ അടുത്ത് സത്യം പറഞ്ഞ ഇതൊക്കെ ഏതെങ്കിലും ഒരു സ്റ്റഡിയുടെ ബേസിസിലാണ് ഇവര് ഈ അളവുകളും കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നത്. പക്ഷെ അതും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോ ഒരു പെങ്കടിച്ച കിളിയാവുണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഉദാഹരണം പറഞ്ഞ റിൻഷ നീ പേടിക്കണ്ട, ആൾക്കാർ വിശ്വസിക്കില്ല. ഇത് ഇത്രയും നോർമലൈസ്ഡ് ആയിട്ടും ഒരു പൊതുവേദിയിൽ വെച്ച് സമ്മതിക്കാൻ എന്തുകൊണ്ടാണ് ആർക്കാണ് അതിന് താല്പര്യം ഉണ്ടാവുക? താല്പര്യം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു മദ്യപാനിയായി തീർന്ന ലേബലാണ്. മനസ്സിലായോ? അങ്ങനെയാണല്ലോ. നിങ്ങളിപ്പോ ഒരു കഞ്ചാവിന്റെ ഇല 2 വലിച്ചു എന്ന് നിങ്ങൾ ആരുടെയും പറഞ്ഞു, നിങ്ങൾ പിന്നെ അവര് അവിടെ ഒരു ഗോസിപ്പ് നടന്നു, പിന്നെ നിങ്ങള് വലിക്കാരനായി. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ കൂട്ടത്തിലുള്ള തെണ്ടികൾ തന്നെ ഇതിനെ പറഞ്ഞ് പരസ്യമായിട്ട്, അതായത് ഇപ്പൊ ഒരു വെള്ളടി സദസ്സിലിരുന്ന് എല്ലാരും കൂടി ഇരുന്ന് കുടിക്കുക. അതിൽ പിറ്റേ ദിവസം വേറൊരു കഥ ഇറങ്ങണം, ജോണേ ടാങ്കാട്ടാ എന്റെ കൂടെ അപ്പുറത്തിരുന്ന് അടിച്ചിട്ട് പോയി പറയണേ. ഞാനിത് ഉദാഹരണം ഉപദേശിക്കില്ല, അടിച്ചു തുടങ്ങിട്ട് നീ ഇങ്ങനെ കേട്ടാ. അത് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ അപ്പൻ നല്ല അടി അടിക്കണത് ഇതൊക്കെയാണ്. അടിക്കരുത്, ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ശീലാവാൻ സാധ്യതയുണ്ട്, അടിക്കരുത് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ ഞാൻ എന്നിട്ട് ഒരെണ്ണം കൂടി കഴിച്ചോ. അടുത്ത് ഞാൻ ഒരു സംഭവം ഉണ്ടായത് തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് ഞാനൊരു ബാറിൽ പോയി. അവിടെ നിന്ന് നമ്മൾ ബാറിൽ കൊണ്ട് കണ്ടുപിടിക്കാനാണല്ലോ, പൂരം കാണാൻ വൈബ് കിട്ടണ്ടേ. ചെറിയ രീതിയിൽ മദ്യപിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതില് അവിടെ മേളത്തിലുണ്ടായിരുന്ന ഒരു ടീമിന്റെ ആൾക്കാർ 3-4 പേരുണ്ടായിരുന്നു. അവരും വന്ന് ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആളെന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാനും എൻ്റെ കൂടെയുള്ള പൂരത്തിന്റെ പ്രാന്തന, അവൻ പറഞ്ഞു ഇത് മറ്റേ ഇവരാണ് എന്നൊക്കെ പറഞ്ഞ് അവനും അവരുടെ ഫാൻ ലെവലിൽ. അപ്പോൾ ഞങ്ങൾ വന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇത് ചെയ്യാണ്, അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാണ്ടിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് ആൾ സെൽഫി ഒക്കെ എടുക്കേണ്ട. അപ്പോൾ സെൽഫി എടുക്കുന്നതിൻ്റെ കൂടുതലാണ് പറയുക, എന്നാലും ജോണൊക്കെ മദ്യപിക്കുന്നു ഞാൻ വിചാരിച്ചില്ല, ചേട്ടനോടെ കുർബാന കാണാമെന്നായിരുന്നു. അപ്പൊ ഞാൻ വല്ലപ്പോഴും ചെറുതായിട്ട് കഴിക്കും. പക്ഷെ ആള് ഒരൊറ്റ തവണയിൽ ചിലപ്പോ എന്നെ ജഡ്ജ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ ഒരു പരിപാടി കഴിഞ്ഞ അടുത്ത പരിപാടി മാറണം. പുള്ളി പറഞ്ഞു ഇതൊരു മോശം സാധനം തന്നെ പുള്ളി അതെ, അത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴും അത് ചെയ്യണവരും പറയുന്നത് ഈ സാധനം ലീഗലി പ്രശ്നമുള്ള സാധനങ്ങൾ സമ്മതിക്കുന്നതിന് ആൾക്കാർക്ക് പേടിയും മടിയും ഉണ്ടാവാം. ഇപ്പൊ ഷൈൻ ടോം ചാക്കോയുടെ ആൾക്കാർ അല്ല മദ്യപിക്കുന്നതിന് മടിയുണ്ടല്ലോ ആൾക്കാർക്ക്. അല്ല അത് ഓക്കെ സമ്മതിച്ചു. നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആൾക്കാർ സമ്മതിക്കില്ല, ലീഗലി പ്രശ്നമുള്ളത്. അതല്ലാത്ത സാധനം, അതായത് സർക്കാർ തന്നെ ടാക്സ് വാങ്ങിച്ച് വിൽക്കുന്ന ഒരു സാധനം കുടിക്കുന്നതിന് നിങ്ങൾ ആൾക്കാർ പേടിക്കുകയും മടിക്കുകയും ചെയ്യേണ്ട കാര്യം എന്താണ്? അതാണ് ഏറ്റവും തമാശ. ഇവിടുന്ന് ഈ സാധനം തന്ന് നമ്മുടെ വിടും ബില്ലടക്കം. എന്നിട്ട് ഇതേ സാധനം പോലീസ് കഴിയാൻ ചേട്ടാ ആ കുപ്പി ഉണ്ടാ വണ്ടിയിൽ കുപ്പി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ തെറ്റ് ചെയ്യാൻ പോണ പോലത്തെ സാധനമാണ്. ചേട്ടൻ ഇവിടെ ടാക്സ് അടച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ട് കൊണ്ടുവരുന്ന സാധനമാണ്. അപ്പൊ അപ്പുറത്ത് കൈ കാണിച്ചിട്ട് പോലീസുകാർ, എന്നിട്ട് അതിന് ഫൈൻ. സത്യം പറഞ്ഞ ഇത് ഭയങ്കര ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ്. അതായത് ഈ കള്ള് വിൽക്കുമ്പോൾ 130-132% അങ്ങനെ ടാക്സ് ഉണ്ട്. കള്ള് മേടിക്കുന്നോടത്ത് കാശ്, ഈ കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിച്ച കാശ്. അതായത് കള്ളിനെ പല രീതിയിലായിട്ട് നമുക്ക് മദ്യത്തിനെക്കാട്ടിലും ഭയങ്കര ലാഭവും കൂടെ ആയിരിക്കും. അതുകൂടെ കൊണ്ടായിരിക്കത്തില്ലേ മറ്റേ കഞ്ചാവൊക്കെ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പൊ ഒരു കുപ്പി എടുത്ത് അടിക്കണ ഭയങ്കര ചെലവല്ലേ. ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് ഇത് ഇറക്കിയാനല്ലേ ഇത്. അപ്പൊ ഗവൺമെന്റ് ഇറക്കുമ്പോ പൈസ അല്ല, ഈ പറഞ്ഞ പൈസ എനിക്കൊന്നും അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ക്രിമിനലൈസ്ഡ് അല്ലല്ലോ.
ഇപ്പൊ ഓക്കെ ആണല്ലോ, അങ്ങനെയാകുമ്പോൾ ആൾക്കാർ എന്നെ വളർത്താൻ തുടങ്ങും. ഇത് എവിടെ ഇട്ടാലും എനിക്ക് തോന്നുന്നു ചെറിയ കണ്ടീഷൻ അതുപോലെ വളർത്തുന്നത് കുറച്ചുകൂടെ എളുപ്പമല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് റേഷൻ ആയിരിക്കും ഈ പറഞ്ഞ ഒരു ചെടി വളർത്താൻ പാടില്ല, ചെടി 2 ചെടി മതി, ആൾക്കാർക്ക് അത് മതിയാവും. അതാ അങ്ങനെയും പെർമിഷൻ ഇവിടെ കിട്ടാൻ സാധില്ല. ഇതെന്തെങ്കിലും ലീഗലൈസ് ആവുകയാണെങ്കിൽ അത് സർക്കാരിന്റെ റേഷൻ കട ത്രൂ മാത്രമേ ഇത് കൊടുക്കുന്നുണ്ടാവുകയുള്ളൂ. അതിന് നല്ല ടാക്സ് ഉണ്ടാവും. അതും മദ്യം കഴിക്കുന്നതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാശ് കൂടുതലായിരിക്കും. പൈസ എന്തായാലും വീടിനായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വരിക. അതായിരിക്കും അതിന്റെ രീതി വരാൻ പോകുന്നത് ഉറപ്പായിട്ടും. ഇനി അതുപോലെ തന്നെ എന്റെ അഭിപ്രായത്തിൽ സർക്കാർ എന്തായാലും മദ്യം വിൽക്കുന്നുണ്ട്, നാണക്കേടാണ് എന്റെ അഭിപ്രായത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ ബ്രോത്തൽ തുടങ്ങണം, പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്റർ തുടങ്ങണം. ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞ അതിന്റെ ഇടയിൽ കൂടെ അല്ല എന്തിന് സർക്കാർ മടിക്കണം? ഞാൻ സർക്കാർ എന്തിനു മടിക്കണം? കഞ്ചാവ് സർക്കാർ ഏറ്റെടുക്കട്ടെ. എങ്ങനെ നോക്കിയാൽ ഈ കാക്കനാട് എന്ന് പറഞ്ഞ ഒരു പ്രമുഖ കോമിക് പറഞ്ഞ കോമഡിയാണ്. എന്തായാലും പിടിക്കുന്നുണ്ട്. ഈ പിടിക്കുന്ന സാധനം കത്തിച്ച് കളയാൻ സർക്കാർ ഇത് മാർക്കറ്റ് ചെയ്തിവിടെ. ഇങ്ങനെ കത്തിച്ച് കളഞ്ഞിട്ട് പോലീസുകാർ മൊത്തത്തിൽ കഥകളൊക്കെ ഇല്ലേ, പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ വേറെ കണ്ടേക്കുന്നത് വെട്ടിട്ട് കത്തിച്ച ഇങ്ങനെ കുപ്പി ഈ വ്യാജനാണെന്ന് തോന്നുന്നു, ഈ വിദേശ മദ്യത്തിന്റെ ഇത് അത് മൊത്തം ഇങ്ങനെ അട്ടിക്കിട്ടിട്ട് അതിന് ബുൾഡോസർ വെച്ച് കയറ്റി ഇറക്കുക. അപ്പൊ കുറെ പാമ്പുകൾ ഓട്ടി വന്ന് എന്തിന് നമ്മുടെ അവിടെ തന്നെ ഇതിന്റെ വണ്ടി എടുത്തോണ്ടോടും. പോലീസുകാർ 2-3 പേര് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സത്യം നിസാര കാശിന് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനമാണ് ഇത്. സത്യം നമ്മൾ വെള്ളടിക്കത്തലിനകത്ത് കുറെ കഥകൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പൊ എന്തായാലും നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ മദ്യപിക്കുന്നുണ്ടെന്നാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അല്ല, എനിക്ക് തോന്നുന്നു ഒന്നും നിരോധിക്കണത് ഒന്നിനൊരു പരിഹാരമാവാൻ സാധ്യതയില്ല. അത് കൂടുതൽ മാർക്കറ്റ് കൂട്ടുള്ളൂ എനിക്ക്. പക്ഷെ വളരെ അല്ല, ക്രിമിനൽ ആയിട്ടുള്ള മാർക്കറ്റാണ് അതിന് കൂടുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആൾക്കാർ ടെററിസം ഫണ്ട് ചെയ്യാൻ ഡ്രഗ്സ് ഒരു മാർഗമായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും ഉള്ളൊരു കംപ്ലൈന്റ് ആണ്. ഞാൻ ഇത് കുറെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട്. ഒരാളെന്ന് പറയാണ്ട് ഭയങ്കര വലിയ ഡ്രഗ് കാർട്ടൽസ് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ കൊടുത്തിട്ട് ഈ പറഞ്ഞ ഡ്രഗ്സ് ഒന്ന് ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കണം എന്നുള്ള രീതിയിലുള്ള ഡീലിങ്സ് വരെ നടക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ബോളിവുഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനി ആയിരുന്നു കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് സെക്യൂരിറ്റിയും ഡ്രഗ്സും സപ്ലൈ ചെയ്യുന്നതും അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതുപോലെ ആയിരുന്നു. ഫണ്ട് ചെയ്യുന്നത് ആര് സിനിമ പിടിക്കണം, ആര് മ്യൂസിക് ചെയ്യണം, ആര് അഭിനയിക്കണം, നായികമാര്, അങ്ങനെയുള്ള പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും ബോളിവുഡിനെ ബേസ് ചെയ്ത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ദാവൂദ് ഇബ്രാഹിമിന്റെ ടീമായിരുന്നു. അതിന് ദാവൂദ് ഇവിടുന്ന് രാജ്യം വിടാവുന്ന സിറ്റുവേഷനിലാണ് കുറച്ച് കൺട്രോൾ കുറഞ്ഞത്. ഇപ്പോഴും പല ഗ്യാങ്സിനും ഇവരുമായിട്ട് ഹാൻഡ് ഇൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നവരുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് കേരളത്തെ പറ്റി പറയാൻ പാടില്ല, നമുക്ക് ബോംബെയെ പറ്റി പറയാം. ബോംബെ അല്ല, കേരളത്തിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കടൽ മാർഗം സാധനങ്ങൾ റൂട്ട് മാപ്പ് ഇപ്പൊ താഴെ ഞാൻ മുമ്പേ പറയാൻ വന്നതായിരുന്നു. ഒരു കമ്പത്ത് 1 കിലോ കഞ്ചാവ് 8,000 രൂപയ്ക്ക് കിട്ടുന്നതൊക്കെ. എവിടെ ഉടനെ പുള്ളി പറഞ്ഞു ഞാൻ മനോരമ ന്യൂസ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞതാണ്. ആൾക്കാർ ഇൻഫർമേഷൻ എടുക്കുന്ന രീതി. അപ്പൊ കാരണം ഇത് ഇവന്മാർ ശരിയാ. കഴിഞ്ഞ ദിവസമൊക്കെ മറ്റേ റിപ്പോർട്ടറിൽ ഇപ്പൊ കുറെ ട്രോള് വാങ്ങണ മറ്റേ ഒരു പുള്ളിണ്ട് അരുൺ പുള്ളി കുറെ സാധനങ്ങള് തെറ്റിച്ചൊക്കെ പറഞ്ഞ് കുറെ ട്രോളൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ അവര് മനപ്പൂർവ്വം ഇപ്പൊ എല്ലാ അല്ല പുള്ളി അത് സ്ലിപ്പ് വന്ന പ്രതിയിലായ പിടി എന്നൊക്കെ പറഞ്ഞൊരു സാധനം ചെറുത്. ഭയങ്കര വെപ്രാളത്തിലെ സാധനം പറഞ്ഞു. അല്ല പുള്ളിക്കാരൻ ഞാൻ നോക്കുമ്പോ ഒരു ദിവസം 1/2 മണിക്കൂറിന്റെ എപ്പിസോഡ് പുള്ളി ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഈ സാധനം ഇതിന്റെ ഇത്ര ഗ്രാം അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് ചെയ്യണേ, ഇതിന്റെ പ്രോസസ് ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വഴി ചെയ്യാം, ഇത് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കിക്ക് എന്താണെന്നൊക്കെ പറഞ്ഞു. അല്ല ഇന്ന സാധനത്തിന് ഇന്ന കിക്കാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തരം മൂഡാണ് കിട്ടണമെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വാർത്ത പോകണം. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ പിള്ളേർക്ക് ശരിക്കും പറഞ്ഞു ഇതടിച്ച് ഇങ്ങനെ വരുന്നത്. ഞാൻ വിചാരിച്ചു പിള്ളേരുടെ മനസ്സിൽ കുറെയെങ്കിലും പിള്ളേരുടെ മനസ്സിൽ കാണുമല്ലോ. അത് വിനായകനെ ഒരു ഇന്റർവ്യൂല് വിളിച്ചപ്പോ MDMA എന്ന് പറഞ്ഞപ്പോ MDMA അല്ല അത് സ്റ്റാമ്പാണ്, 2 അത് മനസ്സിലാക്കണം. നീ പറഞ്ഞു എന്താ കേരളത്തിലേക്ക് കടൽ മാർഗവും റോഡ് മാർഗവും ഉള്ളത് കൊണ്ട് ഇവിടെ ചിലപ്പോ അതുകൊണ്ടായിരിക്കും സാധനം കൂടുതൽ. എന്ത് മാർഗടാ, വെറുതെ അടിച്ചു വിടാ. മറ്റേ പടക്കം കണ്ടിട്ട് ജയിലറൊക്കെ കണ്ടിട്ട് കടൽ മാർഗ സാധനം കിടത്തുന്നുണ്ട്. ദേവരെയാണ് ഇതിന്റെ വീട്. കടലിൽ പോയി സാധനം എടുത്തത് ടീം തന്നെ ഉണ്ടായിരുന്നു. അവരുടെ സംഘത്തിന്റെ പേരാണ് ദേവര. അല്ല പക്ഷെ സംഭവം ഉള്ളതല്ലേ, ഫോർട്ടും ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിതമായിട്ടുള്ളത്. അല്ലെങ്കിലും പഞ്ചാബ് അല്ലേ ഇതിന്റെ നമ്മുടെ അവിടുത്തെ
അല്ലേ? അല്ല, അത് അതെ. പഞ്ചാബ് ക്യാപിറ്റൽ ഡൽഹിയാ, പഞ്ചാബ് കിങ്സിലെ വേട്ട. അങ്ങനെയല്ലേ? അല്ല, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കടൽ അതിർത്തികളിൽ വെച്ച് കുറെ ഈ വേട്ടകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലഹരി കുറെ പിടിച്ചിട്ടുണ്ട്. അത് ഫാക്ട് വേണ്ട. പിന്നെ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ പഞ്ചാബ് പടം അതിന് ബേസ് ചെയ്തല്ലേ? പഞ്ചാബിലാണ് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ. പാകിസ്ഥാൻ ഈ ലഹരിയുടെ പ്രത്യേകത കണ്ടോ? നമ്മുടെ നാട്ടിലെ യുവത്വത്തിനെ തളർത്താൻ വേണ്ടി ഇത് ഒരു മണിക്കൂർ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുന്നതാണ് സാധനമൊക്കെ. പാകിസ്ഥാനിൽ യുവത്വത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ന്യൂസ് പറയുന്നത്. കേരളത്തിൽ തന്നെ പല വനമേഖലയിൽ ഇത് കൃഷി ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. പഞ്ചാബിലെ പ്രശ്നം പഞ്ചാബില് കെമിക്കൽ ഡ്രഗ്സ്. കുറച്ച് വൃത്തിക്ക് ഫ്രെയിം ചെയ്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വ്യത്യാസം. നീ പറ കേക്കട്ടെ. അല്ല, ഞാൻ ഈ പറഞ്ഞത് ഇതും ഈ പറഞ്ഞ ഏതോ ഒരു ഓഫീസർ പറഞ്ഞതാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏതോ ഒരു കോളേജിന്റെ പറമ്പിൽ നിന്ന് 4 മൂട് കഞ്ചാവ് ഇപ്പൊ വനമേഖലയൊന്നുമില്ല. ഇപ്പൊ എല്ലാ അതല്ല, ഈയിടെ ഒരു പുള്ളിയെ പിടിച്ചല്ലോ. പുള്ളി വീടിന്റെ സർക്കാർ പ്രോപ്പർട്ടിക്കകത്ത് പുള്ളി കഞ്ചാവ് വളർത്തിക്കൊണ്ടിരിക്കുക. പുള്ളി ഭയങ്കര ഓക്കെ ആയിരുന്നത്. പുള്ളിയെ വീട്ടിൽ ചെന്ന് എന്തോ വീടൊക്കെ സെർച്ച് ചെയ്തപ്പോ എന്തോ കുരു എന്തോ കിട്ടി. അപ്പൊ പുള്ളിയോട് ചോദിച്ചു എവിടാ സാധനം എവിടെ എന്ന് ചോദിച്ചപ്പോ പുള്ളിനെ ഇറങ്ങി പോയിട്ട് പുള്ളി സ്ഥലം അടിച്ചെടുത്തത്. അല്ല, ഒരു നമ്മുടെ ഇപ്പൊ ഇൻഡസ്ട്രീസിന്റെ ഇതിലൊരു പരിപാടി നടത്തിയില്ലേ കേരളത്തിൽ, എന്തൊരു മീറ്റ് എന്തോ നടത്തിയില്ലേ? അതില് ഒരാള് പുറത്ത് നമ്മുടെ കേരളത്തിന്റെ പുറത്ത്, സ്റ്റേറ്റിന് പുറത്ത് കഞ്ചാവ് ലീഗലായിട്ട് ബിസിനസ് ചെയ്യണ ഒരാള് ഇവിടെ വന്നിട്ട് പറഞ്ഞത് നമ്മുടെ അവിടെ അത് ലീഗലാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുള്ള ഒരു സാധനം കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. ഓക്കെ, അല്ല പറഞ്ഞതാ. അപ്പൊ ആള് കൃഷി ചെയ്യുന്നതിന്റെ വീഡിയോ ഉണ്ട്. ഇന്ത്യയില് അങ്ങനെ ചില സ്ഥലങ്ങളില് വളർത്താനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ മെഡിക്കൽ ആയിട്ടുള്ള ചികിത്സയ്ക്കുള്ള പെയിൻ കില്ലറാണ്. പണ്ട് നമ്മുടെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പുലിമുരുകനകത്ത് മോഹൻലാലിനെ കളിയാക്കുമല്ലോ ഇതിനകത്ത്. ബിനുമോനെ ഉള്ളതായിരുന്നു. ആണ് ഈ ആയുർവേദത്തിലുണ്ട്. റീസെന്റ് പറഞ്ഞല്ലോ, ബാങ്ക് പലയിടത്തും ലീഗലാന്ന് പറയുന്നത്. അത് ആയുർവേദമൊന്നുമല്ല. ബാങ്ക് ഇപ്പൊ ഹോളിയുടെ സമയത്ത് പിന്നെ അത് ബേസിക്കലി പ്ലാന്റ് ആയതുകൊണ്ട് ആയുർവേദിക്. അതോടെ വ്യത്യാസം ഞാൻ പറയാം. ഇതിന്റെ ഈ നിരോധിച്ചേക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചരസ് ആൻഡ് കഞ്ചാവ്. ചരസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റേ പശയെന്ന്, ആ ചെടിയുടെ പശയും ബഡിന്റെ മേളിലെ പശ ഇവിടെ നോക്കുന്നുണ്ട്, റെസിൻ, അതൊന്നും ഉണ്ടാക്കുന്ന സാധനമാണ്. ആധികാരികമായിട്ട് പറ കേക്കട്ടെ. പിന്നെ എന്താ പറയാ, യുകെയിലായിരുന്നല്ലോ. പിന്നെ അതിന്റെ ഒന്ന് പറയട്ടെ, യുകെ ലീഗലാണ്. ഞാൻ വരും വരെ അല്ലായിരുന്നു, ഇനി ആകുമെന്ന് എനിക്കറിയില്ല. അവൻ പോയി പിന്നെ അല്ലെങ്കിൽ എന്റെ ഒരു കാട് മുഴുവൻ വെട്ടിവലിക്കും. എന്താണിത് വല്ലാത്തലമ്പ്. സത്യം പറയാൻ ഞാൻ അടിച്ചിട്ടുള്ള ഒരു ഫീൽ എനിക്ക് വരുന്നുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്. നീ പറഞ്ഞു ഈ സാധനം പറഞ്ഞു, ഇതിന്റെ ലീഗൽ സാധനം പറഞ്ഞു. അതായത് ഇതിന്റെ ബഡ്, അത് കഞ്ചാവ്. പിന്നെ ഇപ്പോൾ ലീഗലായിട്ട് ചില സ്റ്റേറ്റുകളിൽ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബാങ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലയിൽ ഉണ്ടാക്കുന്ന സാധനം, അതാണ് ലീഗൽ. ഓപ്പിയം വേറെ സാധനമല്ലേ? അല്ല, അത് ലീഗലാണോ? ഇതും പറഞ്ഞ പോലെ മെഡിക്കലായിട്ട് ഗവൺമെന്റിന് കൊടുക്കാനുള്ള പരിപാടി. എനിക്ക് തോന്നുന്നു ശശി തരൂർ ഈ സാധനം ലീഗലാക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളാണ്. ഏതാണ് ലീഗൽ? കഞ്ചാവ് ആണെന്ന് തോന്നുന്നു. നമ്മള് കഞ്ചാവിന്റെ കാര്യം ലീഗലാക്കാൻ പറഞ്ഞു. മറ്റേ സിന്തറ്റിക് ഭയങ്കര ഡേഞ്ചർ സാധനമാണ് അത്. ഈ പറഞ്ഞ ഈയിടെയായിട്ട് മദ്രാസ് ഹൈക്കോടതി, പിന്നെ നമ്മുടെ കേരള ഹൈക്കോടതിയിലും ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു കേസ് മഷ്റൂം പിടിച്ചിട്ട്, മഷ്റൂം ലഹരി അല്ല എന്ന് പറഞ്ഞിട്ടൊരു കേസിൽ ഒരാൾ വെറുതെ വിട്ടു. നാച്ചുറൽ ആയിട്ട് വളരെ സാധനമാണ്. അപ്പൊ വെറുതെ ഇടിവിട്ട് വരുമ്പോ മുളക്കണ കൂണ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ജയിലിടാന്ന് പറഞ്ഞല്ലേ. നീ വിത്തിട്ട് കഞ്ചാവ് കൂണിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വിത്തിടാൻ പറ്റില്ല, ചുമ്മാ പൊങ്ങുന്ന. അങ്ങനെ നോക്കുമ്പോ ഇതൊരു അപ്പൊ എനിക്ക് തോന്നുന്നു പയ്യെ ഇത് ലീഗലൈസേഷനിലോട്ടാണ് വന്നോണ്ടിരുന്നത്. ചിലപ്പോ നെക്സ്റ്റ് ഒരു 10-15 വർഷത്തിനകത്ത് ചിലപ്പോ വന്നേ. സാധാരണ വിട്ടോക്സി പറയണ എല്ലാം സംഭവിക്കാറുണ്ട്. എനിക്ക് എന്തോ പണ്ട് തൊട്ടേ ഇതിനോടൊക്കെ വിരക്തിയാ.
എന്നെ ഒരു തരത്തിലും ഇതൊന്നും ആകർഷിച്ചിട്ടില്ല. ഇല്ല. എന്നെ അതെ. ഇപ്പോഴും 2 ലഡു കണ്ടാൽ ഉണ്ടാകുന്ന ടെംപ്ടേഷൻ എന്റെ ചുറ്റും എണ്ണം കറക്റ്റാ 2 ലഡു. ഇതാ മറ്റേ 60-ല് ഡിപ്രഷൻ അടിച്ചിരിക്കണം അമ്മ ബസ്സിലിരിക്കും മോനെ ഞാൻ പഴംപൊരിയായാലും 2 ലഡുവോ ഒരു വടയോ ഉള്ള അത്ര സന്തോഷം ഇല്ല. വട എനിക്ക് അത്ര ഇഷ്ടമല്ല. മധുരം വേണമല്ലോ. മധുരം വേണം എനിക്ക് എന്നെ മധുരം. അതാ ഞാൻ ചോദിക്കുന്നത്. ശരിക്കും എന്റെ ഡ്രഗ് എന്ന് പറയുന്നത് എന്റെ പോയിസൺ. എന്താ നിങ്ങൾ അങ്ങനത്തെ സാധനം അത് കള്ളു കുടിക്കുന്ന എലീറ്റ് ക്ലാസ് പറയുന്ന എന്റെ പോയിസൺ എന്ന് പറഞ്ഞാൽ ഷുഗറാണ്. എനിക്ക് മധുരമാണ്. അവിടുന്ന് അല്ല ഇവിടുന്ന് ഇന്ദ്രൻസിന്റെ മറ്റേ ട്രാൻസ്ഫർമേഷൻ മ്യൂസിക് എന്നിട്ട് സിക്ക് ആ ഷുഗർ ഇങ്ങനെ എടുത്ത് ATM കാർഡ് വെച്ച് പൊട്ടിച്ചിട്ട് അപ്പൊ സിക്കയുടെ ഡ്രസ് കിട്ടുന്ന റേഷൻ കട വഴിയാണ്. എന്റെ ഡ്രഗ്സ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് റേഷൻ കടയിൽ നിന്നാണ്. അത് ശരിക്കും റേഷൻ കടയിൽ ലിമിറ്റ് അത് ഷുഗർ തരുന്നത്. ഡ്രഗ്സിന് അതുപോലെ റെഗുലേറ്റ് ചെയ്ത് ഓരോ പതി കഞ്ചാവ് കൂടെ കൊടുക്കണം. എന്നാലേ ഇന്ത്യ വിട്ട് പോയി കളിക്കാൻ തിരിച്ചു. അന്ന് പറയാം കഞ്ചാവ് കഴിച്ചാൽ മധുരം കഴിക്കാൻ തോന്നുന്നു. അപ്പൊ പഞ്ചസാര കൂടുതൽ ചെലവ് അതിന് സർക്കാർ കഞ്ചാവ് റേഷൻ കട വഴി കാക്കട അന്ന് നമ്മുടെ എല്ലാ റേഷൻ കടയുടെ മുഖമുദ്ര മാറും. ഈ ചേച്ചിമാര് സഞ്ചിയെടുത്ത് നിൽക്കണ പരിപാടി ഫുൾ പുരുഷന്മാര്. കടയിൽ നിൽക്കുന്ന ചേട്ടൻ അരിയും ഗോതമ്പും വന്നല്ലേ അതിന് ആർക്ക് വേണം അത് മാറ്റി വെക്കും ഇങ്ങോട്ട്. എന്നിട്ട് അപ്പുറത്തെ വീട്ടില് എടാ സുഖം നീ മാസത്തെ മേടിക്കില്ലെങ്കിൽ ഞാൻ കാർഡ് വെറുതെ വേസ്റ്റ് ആക്കണ്ട. ശരിയാ. നമ്മളങ്ങനെ മണ്ണെണ്ണ വാങ്ങിക്കുന്ന ഒരു പതിവുണ്ട്. അതായത് വാങ്ങിക്കാത്തവരുടെ കാർഡ് കൊണ്ടുപോയിട്ട് മണ്ണെണ്ണ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മണ്ണെണ്ണ ആവശ്യമുണ്ട്, മറ്റവർക്ക് മണ്ണെണ്ണ ആവശ്യമില്ല. അതുകൊണ്ട് ഈ സാധനം ലീഗലൈസ് ചെയ്യാന്നൊക്കെ നമ്മൾ നമ്മുടെ ഇത് പറഞ്ഞ ഫാന്റസി എനിക്കൊരു സത്യം പറഞ്ഞ സാധനത്തോടൊന്നും അല്ല, അത് കുറച്ചൊക്കെ ക്ലിയർ ആയിട്ട് ഞാനല്ലേ പറഞ്ഞത്. എനിക്കിപ്പം മദ്യം കഴിക്കുന്ന എന്നെ സംബന്ധിച്ച് അത്രയും ഫാന്റസി ആയിട്ട് തോന്നുന്നില്ല. നമ്മളീ പറയുന്നത് ഒരു കാരണവശാലും പഞ്ചറടക്കുന്ന ട്യൂബൊക്കെ ഇങ്ങനെ ഞെക്കിട്ട് കവറിലിട്ട് നമ്മൾ അതിങ്ങനെ പറഞ്ഞല്ലേ പണ്ട് ഓരോരുത്തർ സൂചിപ്പഞ്ചർ. മറ്റേ ഇപ്പൊ നൈട്രസ് ഓക്സൈഡ് ആണ് ഈ മറ്റേ ബലൂണിൽ കൊണ്ടുവന്നത്. അല്ല അത് മറ്റേ എന്നാ എടാ ഈ ചെയ്തോണ്ടിരിക്കുന്ന ഈ ലഹരികളാണ് നമ്മൾ പറയാണ്ട് വിട്ടുപോയത്. അതായത് ഈ വക സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഹീലിയം വലിച്ചു കയറ്റും ആൾക്കാർ. ഹീലിയം സൗണ്ട് മാറുന്നുണ്ട്. മറ്റേ നൈട്രസ് ഓക്സൈഡ് ആൾക്കാർ വലിച്ചു കയറ്റും തോന്നുന്നു. എടാ ബലൂൺ ഞാൻ സൗണ്ട് വേറൊരു സാധനം ഉള്ളത് പഞ്ചറൊട്ടി ഇങ്ങനെ ട്യൂബ് അല്ലെങ്കിൽ വൈറ്റ്നർ ഈ സാധനം കവറിലിട്ടിട്ട് ഇതിന് കാട്ടിയിട്ട് ഇങ്ങനെ വലിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഞങ്ങളുടെ വീടിന്റെ അവിടെ നല്ല ആ പരിസരത്ത് ഒരു പയ്യൻ മരിച്ചിട്ടുണ്ട്. ഈ സാധനം അവന്റെ അവിടെ ചെല്ലുമ്പോ റൂമിൽ കാണുന്ന ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മുടി കെട്ടി. ഞാനല്ല മരിച്ചു. എന്തിനകത്ത് മുടി കെട്ടി എനിക്കറിയത്തില്ല. അവൻ കവറിട്ട് തലയിൽ കെട്ടി വെച്ചേക്കുക. അല്ലല്ല തോർത്തോണ്ട് ഇത് കെട്ടി വെച്ചു. അല്ല മരിച്ചത് അതുകൊണ്ടല്ല, മുടി കെട്ടിയോണ്ടല്ല. അവനെ കണ്ടത് ആ രീതിയിൽ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 1 മണിക്കൂർ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിളിയാവും. നമ്മൾ അടിച്ച് കിളിയായതുപോലെ ഇപ്പൊ ഇരിക്കുന്നത്. ഇത് കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നു നമ്മൾ അടിച്ചിട്ടിരിക്കുകയാണ്. എടാ എനിക്കറിയാവുന്ന ഒരാള് നീ അതിന് വേറൊരു സാധനം പറഞ്ഞോ. ഡ്രഗ് അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഗ്യാസിന്റെ മീനാണ് ആദ്യത്തെ കിട്ടിയ ഡ്രഗ്സിന്റെ അഡിക്ഷൻ മൊത്തത്തിൽ ഗ്യാസിന്റെ ഇങ്ങനെ വലിക്കുന്നതാണ് ഞാൻ കണ്ട ആദ്യത്തെ ഡ്രഗ്. അല്ലല്ല എന്നെ പേടിപ്പിക്കുന്ന ഡ്രഗ് എന്ന് പറയുന്നത് സ്വാമി കൊടുത്തിരുന്ന ജോണി വാക്കറിന്റെ ഡ്രഗ്. ശരി അതിന് മുന്നേ ഉണ്ടായിരുന്നു ഐസ്ക്രീമിൽ ജോണി വാക്കറിൽ സ്വാമി വരും. സ്വാമി ഐസ്ക്രീം ഡ്രഗ്സ് ഇട്ട് കൊടുക്കും ഫ്രീ ആയിട്ട്. ഒരു തവണ ഫ്രീ ആയിട്ട് കൊടുക്കും, പിന്നെ പൈസ. പിന്നെ എന്റെ വിചാരം ആ സിനിമ കാണുമ്പോൾ തുടങ്ങിയുള്ള വിചാരം ഈ സാധനം അറിയാണ്ട് പോലും നമ്മൾ കഴിച്ച പിറ്റേ ദിവസം ഡ്രഗ്സിന് അഡിക്റ്റ് ആവുന്നുള്ളതാ. ആ സിനിമയിൽ അങ്ങനെയാണ്. അയാള് ഇവിടത്തെ ഉള്ള പെൺകുട്ടികൾ സ്പോർട്സ് താരങ്ങളൊക്കെ സ്വാമി വിളിച്ചിട്ട് സ്വാമി ഐസ്ക്രീം കൊടുക്കും ഫ്രീ ആയിട്ട്. അപ്പൊ സ്വാമിയുടെ കൂടെ ഐസ്ക്രീം കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പെൺകുട്ടി വന്നിട്ട് പറയാം ഇന്നലെ സ്വാമി തന്ന ഐസ്ക്രീം കഴിച്ചിട്ട് വല്ലാത്ത ഇതായിരുന്നു, എനിക്ക് ക്ഷീണമൊന്നും ഫീൽ ചെയ്തല്ലേ. അത് ഐസ്ക്രീമിന്റെ അല്ല സ്വാമിയുടെ സ്നേഹത്തിന്റെയാണ്. സ്വാമി ഈ സാധനം കടിക്കുന്നുണ്ട്. മലയാളം കണ്ട ഏറ്റവും ടെറർ വില്ലനാണ് ആള്. നീ ജോണി വാക്കർ സിനിമ മമ്മൂട്ടിക്ക് മറ്റേ കാഴ്ച പോകുന്ന ആ സിനിമ തന്നെ.
അപ്പൊ അന്ന് അതാണ് നമ്മൾക്ക് ഡ്രഗ്സിനെ പറ്റിയുള്ള ആ പ്രായത്തിലുള്ള അറിവ്. ഇതിനകത്ത് കാഴ്ച പോവോ? മമ്മൂട്ടിക്ക് കാഴ്ച കുറഞ്ഞു വരുന്ന രസമുണ്ട്. ഇറങ്ങി കഴിഞ്ഞാൽ ഇത് ക്ലൈമാക്സ് എത്തുമ്പോഴേക്കും ആള് പ്ലെയിൻ ആവും, ഫുള്ള് കാഴ്ച പോകും. ഇത് ഇടയ്ക്ക് കാഴ്ച പോകുന്നത് വരുന്നു, കാഴ്ച പോകുന്നു. സ്വിച്ച് ഇട്ട പോലെ ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത് കുറഞ്ഞു വരും. അതല്ലല്ലോ നമ്മുടെ പ്രശ്നം ഇവിടെ. സ്വാമി ആയിരുന്നു അന്ന് കോളേജിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഡീൽ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ. സ്വാമിക്ക് മുകളിൽ DD ഉണ്ടായിരുന്നു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഒരു കാറിനകത്ത് വന്ന് സ്വാമിക്ക് സാധനം കൊടുക്കും. അപ്പൊ സ്വാമി ഇങ്ങനെ പുറകിലെ സെമിത്തേരി വഴി ഓടിച്ചാടി കടന്നു പോയി അത് സാധനം വാങ്ങിക്കും. അത് നമ്മളെ പേടിപ്പിച്ച വലിയ സീനായിരുന്നു. എന്താന്നറിയില്ല, എന്താ ഡ്രഗ് എന്ന് അന്നൊന്നും പറയണില്ല. അന്ന് പൊടിയാണ്, വെള്ളപ്പൊടി. ബ്രൗൺ ഷുഗർ ആയിരിക്കും, അന്നൊക്കെ ബ്രൗൺ ഷുഗർ ഇവിടെ പോപ്പുലർ. ബ്രൗൺ ഷുഗർ എന്നാ പറയുന്നത്. ബ്രൗൺ ഷുഗർ ശരിക്കും എന്താ സാധനം? അത് ശരിക്കും പഞ്ചസാര ഉണ്ട് ബ്രൗൺ കളറിൽ. ശരിക്കും ബ്രൗൺ ഷുഗർ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ബ്രൗൺ ഷുഗർ ഇത് പഴയ ഈ ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞ സ്പൂണിനകത്ത് എടുത്തിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് വലിക്കുന്നൊക്കെ അതൊക്കെ നമുക്ക് കാണുമ്പോ തന്നെ പേടിയാവും. സിറിഞ്ച് ഷെയർ ചെയ്യുമ്പോഴാണ് ആൾക്കാർ അപ്പൊ ഓരോ തന്നെ കുത്തുന്നത്. നമുക്ക് ആശുപത്രി കുത്താൻ വേണ്ടിയിട്ടിരിക്കുമ്പോഴല്ലോ വിളിച്ച് ചേച്ചി. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല. ആൾക്കാർ ഇപ്പൊ കമന്റ് ചെയ്യും ബ്രൗൺ ഷുഗർ എന്താണെന്നോ ഹെറോയിൻ എന്താണെന്നോ. പറയട്ടെ, എന്റെ ഓർമ്മയിൽ ബ്രൗൺ ഷുഗർ പൊടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ചൂടാക്കിയാണ് ഇവന്മാര് ഹെറോയിനും ആക്കി വലിക്കുന്നത്. എനിക്കറിയാം. കാരണം ഈ ബ്രൗൺ ഷുഗർ ലിക്വിഡിഫൈ അന്നവന്റെ പൊടി വലിച്ചപ്പോ ഇത് ബ്രൗൺ ഷുഗർ ചൂടാക്കി അത് തലേ ദിവസം മേടിച്ചു വെച്ച ബ്രൗൺ ഷുഗർ ആണെങ്കിൽ ചൂടാക്കുന്നുണ്ട്. അപ്പൊ മേടിക്കുന്ന ബ്രൗൺ ഷുഗർ ചൂടാക്കണം. ഇത്രയും സീരിയസ് ആയിട്ട് ടോപ്പിക്കിന് ഇങ്ങനെ നിന്ന് കിളി പറഞ്ഞു നമ്മുടെ സംഭവം പറഞ്ഞ ഇതിപ്പോ പകുതി വരെ പറഞ്ഞിട്ട് നമ്മളൊരു 4 പേര് വന്നുകൊണ്ട് ഇത് ലീഗലൈസ് ചെയ്യണം എന്നുള്ള സാധനം പറഞ്ഞാലും സത്യം പറഞ്ഞാൽ നാളെ നമ്മള് വിളിച്ച് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോ ഷുഗർ വണ്ടിയെ പോകുമ്പോഴത്തേക്ക് ഇതുവരെ ചെക്ക് ചെയ്യുമ്പോ ജെറ്റിക്ക് രണ്ട് ലഡ് ഒരു കാശ്മീരി മുളകും മാത്രം. അല്ല നമ്മളിത് ഈ പറഞ്ഞ പോലെ പറഞ്ഞു വരുമ്പോ ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ മദ്യവും. മദ്യം അപ്പോൾ സീരിയസ് ആവും. അത് ഞാൻ പറഞ്ഞ നമ്മുടെ ചിന്തിക്കുമ്പോൾ മദ്യ ലഹരിയാണ്, അതിവിടെ സർക്കാർ കൊടുക്കുന്നുണ്ട്. കഞ്ചാവ് മറ്റൊരു ലഹരിയാണ്, അത് സർക്കാരിന് കൊടുത്തുകൂടെ എന്നുള്ള സാധനമാണ് കൊടുത്തുകൂടെ എന്ന് വെച്ചാൽ എല്ലാം ഉപയോഗിക്കുന്നവരനുസരിച്ചിരിക്കും. എനിക്ക് തോന്നുന്നത് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുള്ള ക്രൈമുകളും കുറെ ആയിരിക്കും. അതായത് ഇത് വിൽക്കാൻ വേണ്ടി അണ്ടർഗ്രൗണ്ട് പരിപാടികൾ, ഈ സാധനങ്ങൾ ഇതിൽ ഒരു ഔട്ട്ലെറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറെ എണ്ണത്തിന് കിളി പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വേറൊരുത്തിന് വണ്ടി ഇടിച്ചിട്ട് സാധനം എടുത്തുകൊണ്ടുപോയി. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ട് ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യണം. ഇവിടെ ഡി അഡിക്ഷൻ സെന്റർ തന്നെ വളരെ കുറവാണ് അല്ലേ കേരളത്തിൽ? ആവശ്യത്തിലുണ്ട്, നീ അറിയണ്ട. ഇല്ല, ആകെ കൂടെ 1-2 ഇങ്ങോട്ട് ഉള്ളൂ എവിടെ ഞാൻ വായിച്ചു. അപ്പൊ ഇതിങ്ങനെ ഒരു സംഭവം ലീഗലൈസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള മെഷേഴ്സ് എടുക്കണം. അല്ലാതെ മാർക്കറ്റിംഗ് എനിക്ക് ഇത് നമ്മളിത് പറഞ്ഞപ്പോ നമ്മളങ്ങനെ പറഞ്ഞെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സർക്കാർ നിർത്തലാക്കണം. കാരണം മോശമാണ്. എന്റെ കാഴ്ചപ്പാടില് ആധുനിക മനുഷ്യൻ ഇത്രയും പറഞ്ഞിട്ട് പറ്റില്ല. എന്തിനാ ബ്രോത്തൽ? പോളിയമറസ് ചിന്താഗതി ബ്രോത്തൽ കോൺസെപ്റ്റിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്നും കിട്ടണ്ട. കല്യാണം കഴിച്ച് അകത്തിരിക്കുന്നവർക്കാണ് ഈ പറഞ്ഞ ബ്രോത്തൽ വേണമെന്നൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞ് പറയേണ്ട ആവശ്യമുള്ളത്. അല്ലാത്തവർക്ക് പറയേണ്ട കാര്യമില്ല. ഈ ഒന്നും കിട്ടണ്ട കണ്ടെത്തൽ. എന്റെ കാഴ്ചപ്പാടിൽ സർക്കാർ കല്യാണം കഴിച്ചൊരു കുടുംബം കല്യാണ കുടുംബം വിടില്ലേ? സർക്കാരിന്റെ മുഖമുദ്രയാക്കി ഈ പറയുന്ന മദ്യം കച്ചവടം നടത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ ഈ പറയുന്നത് അവര് ഞാൻ ചോദിച്ചത് അവർക്ക് അത് ചെയ്യാൻ വേണ്ടി ഇതും ചെയ്തൂടെ എന്നുള്ള രീതി ഞാൻ ശ്രദ്ധിക്കാം. പക്ഷേ നമ്മള് സർക്കാരിനെ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അനീസിനും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
പറഞ്ഞ കാര്യത്തിന് ഓഫീസ് ശ്രദ്ധിക്കും. പിന്നെ അനീസിനൊരു ഇനോവ അപ്പം ഞാൻ പറഞ്ഞില്ല, എല്ലാം അടിച്ച് കിളിയവന്മാരില്ല. അതെ. നമ്മൾ പറഞ്ഞപ്പോ അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ഏതാണെന്ന് ആൾക്കാർ വിചാരിക്കും. ഞാൻ പറഞ്ഞത് ഇത് ക്രിട്ടിസൈസിങ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ അതോടെ തുടങ്ങിക്കൂടി ഇവരെന്ത് ഇത് മാത്രമായിട്ട് നീ കളിയാക്കിയതാണ്. എന്റെ ഇതിൽ സർക്കാർ നിർത്തണം. കാരണം ആന്റണി സർക്കാരിന്റെ കാലഘട്ടത്തില് അവരവരുടെ നയമായിട്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പട്ടച്ചാരായം നിർത്തുന്നു, സമ്പൂർണ്ണ മദ്യ നിരോധനമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു തുടങ്ങി. പാർട്ടിക്കകത്ത് നിന്ന് അന്ന് തന്നെ പുള്ളിക്ക് എതിരെ വന്നു. ഈ തവണ നമ്മൾ ഫാമിലിയുടെ വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞ് തുടർ ഭരണം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ പറഞ്ഞ സാധനത്തിന് അന്ന് തുടങ്ങിയ പട്ടച്ചാരായ നിരോധനം, അന്ന് 30-50 രൂപയ്ക്ക് ആൾക്കാർ കുടിച്ചോണ്ട സാധനം 350-500 രൂപയ്ക്ക് കുടിക്കുന്ന ലെവലിലേക്ക് എത്തി എന്നുള്ളതല്ലാതെ ഒരു സർക്കാരും അതിനുശേഷം അതിനുശേഷം ഒരു സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെ അതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എടുക്കാനോ പറ്റില്ല. ചെറിയൊരു സ്റ്റെപ്പ് എടുത്തു. ഇടത് പിടിച്ചപ്പം അവരത് കുറച്ചുകൂടെ ലിബറലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അവരെ സംബന്ധിച്ച് അബ്കാരികളുടെ ഫണ്ട്, ഇലക്ഷൻ ഫണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ഷൻ ഫണ്ടുകളുടെ വലിയൊരു ഇത് വരുന്നത് അബ്കാരികൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ ഫണ്ട് കൊണ്ട് അവർ ഭരണം പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ സപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങളെ. കാര്യം ചോദിക്കട്ടെ, ഈ ഡ്രൈ സ്റ്റേറ്റിലൊന്നും ഇലക്ഷൻ നടക്കണില്ലേ? എടാ അവിടെ അതിന് വേറെ ഫണ്ട് വരുന്നുണ്ട്. നല്ല രീതിക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഫണ്ട് വരുന്നത് അത് മാത്രമല്ലല്ലോ അവിടെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സർക്കാർ, ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാർ ഈ രാജ്യത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള സാധനത്തെ മാർക്കറ്റ് ചെയ്ത് അതിന്റെ ഏറ്റവും വലിയ റവന്യൂ എടുത്തുകൊണ്ട് ഇതിനെ സിസ്റ്റത്തെ നന്നായിക്കൊണ്ട് പോകണമെന്നല്ല ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ നമുക്ക് പെട്രോളിയം ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇത് വിൽക്കുന്ന രീതിയിൽ നമ്മൾ കാണാം. അതായത് നമുക്കാണെങ്കിൽ വലിയ കാര്യമായിട്ട് വലിയ സോഴ്സസ് ഒന്നും ഇല്ല, നാച്ചുറൽ സോഴ്സസ്. വണ്ടിക്കകത്ത് ഒഴിക്കാനും പറ്റില്ല. ഇതാണെങ്കിൽ ആ മനുഷ്യന്റെ അകത്തെ ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മനുഷ്യനെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. ഇത് എന്തായാലും ഡേഞ്ചർ ആണല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ഫുഡ് അഡൾട്രേറ്റ്, ഞാനിത് നമ്മളിത് ഓപ്പൺലി ഇതിനെ അടിക്കാതെ പറയുന്നത് വെച്ചാൽ ഇവിടെ ഫുഡ് അഡൾട്രേറ്റ് ചെയ്യുന്ന രാജ്യമാണ് നമ്മുടേത്. അതിന് ആർക്കും നടപടി എടുക്കാനില്ല. നമുക്ക് നല്ല സാധനം ഇപ്പം ശരിക്കും നാച്ചുറൽ ഷുഗേഴ്സ് കഴിക്കുന്ന ഒരു ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അഡിക്റ്റ് ആക്കിയത് ഇവിടുത്തെ ഭക്ഷണശീലങ്ങളാണ്. ഞാൻ ഭക്ഷണം കഴിച്ച് എനിക്ക് അഡിക്ഷനാണ്, ശരിക്കും ഷുഗറിനോട് അഡിക്ഷനാണ്. ഇപ്പം നമ്മൾ 4 പേരിൽ നിങ്ങൾ മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ 4 പേരിൽ ഏറ്റവും കൂടുതൽ അസുഖമുള്ളത് എനിക്ക് പറയുന്ന ഒരു ശീലമില്ല, അത് കെട്ട് കഴിക്കത്തില്ല, അതേ ഇതില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അസുഖമുള്ളത് എനിക്കാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ലഹരിയെ ബാധിക്കുന്ന എന്നെയാണ്. ഇതൊരു വാലിഡ് പോയിന്റ്. അപ്പോ ഞാൻ പറയണത് എന്ത് ചെയ്യണെന്ന് അറിയാം, നീ മദ്യപിച്ച് നോക്ക്. എല്ലാ അസുഖം മാറും. എന്റെ അപ്പനെന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, ആൾക്ക് കൊളസ്ട്രോൾ ഇല്ല, ഇടയ്ക്ക് വരുന്ന അടിക്കണം, എന്നാലേ കൊളസ്ട്രോൾ ഒക്കെ ഇല്ലാണ്ടിരിക്കും. അത് ഇന്നിങ്ങോട്ട് വരുമ്പോ ഒരു റീല് കണ്ടത്. അതായത് ഒരു പടത്തിൽ ഒരു പുള്ളി ഒരു കാറിന്റെ ബാക്കിൽ അടിച്ച് വീലായിട്ട് പറഞ്ഞു, വെള്ളം അടിച്ചു കഴിഞ്ഞാലും മരിക്കാറാകുമ്പോൾ മരിക്കണം, വെള്ളം അടിച്ചില്ലേലും മരിക്കാറാകുമ്പോൾ മരിക്കണം. അപ്പൊ വെള്ളം അടിച്ചിട്ട് മരിക്കാറാകുമ്പോൾ മരിച്ചാൽ പോലെ. അതുപോലെ ഇത് ഒരു നല്ല ശീലമാണ്, പക്ഷെ അടിക്കാതിരിക്കുന്നത് അങ്ങനെ. ഇപ്പൊ അടിക്കുന്നത് മോശമാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചതാ, ഇത് സർക്കാർ ലീഗലൈസ് ചെയ്ത സാധനം ആൾക്കാർ എന്തുകൊണ്ടാണ് പറയാൻ മടിക്കുന്നത്? നിങ്ങളത് കാരണം സർക്കാർ പബ്ലിസൈസ് ചെയ്യുന്ന സർക്കാർ മാത്രമല്ല, അത് നമ്മുടെ സൊസൈറ്റിയിൽ നെഗറ്റീവ് ഇമേജ് ഉണ്ട്. മദ്യപാനം എന്ന് പറഞ്ഞാൽ പറയാൻ മടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. മദ്യപിക്കുമെന്ന് ചോദിക്കുന്ന മൈലുകളൊക്കെ ഉണ്ടല്ലോ. നീ പറയണ്ട, പക്ഷെ ഞാൻ പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതെന്തിനാണ് നിങ്ങളത് മുട്ടിന് ജംഗ്ഷൻ സർക്കാർ ഔട്ട്ലെറ്റ് തുറന്നു വെച്ചിട്ട് സർക്കാർ വിൽക്കുന്നു, സർക്കാർ ടാക്സ് വാങ്ങിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് മോശമായിട്ടൊരു സാധനം. ഞാൻ കുടിക്കാത്ത ഒരാളെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും എന്റെ ഏറ്റവും എനിക്ക് താല്പര്യമില്ല, എനിക്ക് താല്പര്യം അത്രേ ഉള്ളൂ. ഞാൻ അതിന് നന്നായിട്ട് മധുരം കഴിക്കും. ഞാൻ അതിനൊക്കെ കൂടുതലായിട്ട് എന്റെ ബോഡി ഇതിലൊരു ചെറിയ ബാഡ് PR ഉണ്ട്, അത് നമുക്ക് ഫിക്സ് ചെയ്യണം അല്ലേ? അതായത് ഇപ്പം ഇതൊരു മോശം സാധനമാണെന്നുള്ളത് പണ്ട് തൊട്ടേ കേട്ട് വരുന്നുണ്ടാണല്ലോ കുറെ ആൾക്കാരെങ്കിലും ഇത് കുടിക്കാതിരിക്കണം. അപ്പൊ സിക്ക പറയണ പോലെ മോശം സാധനം എന്ന് പറയുന്നോണ്ടാണ് ചിലര് കുടിക്കുന്നത് അല്ലേ? ബാഡ് ബോയ് ആവാം. അങ്ങനെ ഒരു ഇതുണ്ടോ ആൾക്കാരുടെ ഇടയിൽ? അതായത് ഇപ്പൊ മദ്യപിക്കണ എല്ലാവരും തുറന്നു സമ്മതിക്കാൻ മദ്യപിക്കുന്നു. ഇപ്പൊ എനിക്ക് 18 വയസ്സ്, അല്ലെ ബയോളജിക്കാർ 21. അല്ല ഞാൻ പറഞ്ഞു, ഞാൻ 21 വയസ്സാകുമ്പോ തൊട്ട് ഇത് കുഴപ്പമില്ലാത്ത സാധനമല്ലേ. അപ്പൊ ഞാൻ അച്ഛനോട് ഞാൻ ബയോളജി കുപ്പി എടുക്കുന്നുണ്ട്, പറമ്പിൽ പേടിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് ഭയങ്കര നോർമൽ സാധനമായി പോകില്ല. ഇത് കുറേയെങ്കിലും ആൾക്കാരുടെ ഇതിൽ മോശം സാധനം ഉള്ളത്, ഒരു മദ്യപാനം ഒരു മോശം സ്വഭാവമാണ് ശരിക്കും. ഞാൻ നേരത്തെ പറയാനുള്ള കാര്യം, എത്രയോ കുടുംബങ്ങളിലെ ആൾക്കാർ കുടുംബം നശിച്ചു പോയിട്ടുണ്ട് മദ്യം കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈയിടെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ അച്ഛൻ്റെ കൂടെ ആക്റ്റീവായിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരുന്ന സർക്കിളിലെ ആക്റ്റീവായിട്ട് ഒരു മനുഷ്യൻ എൻ്റെ അച്ഛൻ ആക്റ്റീവായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ്റെ സർക്കിളിലുണ്ടായിരുന്ന എല്ലാവരും ലിവർ സിറോസിസ് എന്ന് മരിച്ചുപോയി.
അതിൽ ലാസ്റ്റ് ഒരു പുള്ളി ഒരു വർഷം മുന്നെയാണ് മരിച്ചത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോ ഇതിനാണോ ചിരിക്കണേ? അപ്പൊ എനിക്കറിയത്തില്ല ഇന്നത്തെ വൈബ്. നിങ്ങൾ വരുന്ന വഴിക്ക് പെട്രോൾ കൂട്ടിച്ചല്ലേ ഒരു 200 അടിച്ചിട്ടുള്ളൂ, 100 മണത്തിട്ടാ വന്നേക്കുന്നത്. അപ്പം ലിവർ സിറോസിസ് ആൾക്കാർ മരിച്ചു. ആൾക്കാരെന്ന് വെച്ചാൽ അച്ഛൻ്റെ സർക്കിളുണ്ട്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ പറയാറുണ്ട്, അച്ഛൻ ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇല്ലായിരുന്നു ഇപ്പൊ എന്തായാലും അച്ഛൻ അസുഖക്കാരായെന്നല്ല ഇവിടെ അത് തികച്ചും ആൾക്കാർ പേഴ്സൺ ടു പേഴ്സൺ അത് ബേസ് ചെയ്യും. അതായത് സമിതിയുടെ പ്രസിഡന്റ് ലിവർ സിറോസിസ് മോഹൻലാൽ സിനിമയ്ക്കകത്ത് പറയുന്നില്ലേ? എന്റെ ഉമ്മ മരിച്ചത് ലിവർ സിറോസിസ് വന്നിട്ടാ. പക്ഷെ പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ പയറ് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കണിശായിട്ട് നോക്കുന്ന ഒരാളാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ അഡൾട്രേറ്റ് ആയിട്ടുള്ള ഫുഡ് വരുമ്പോ ഇവിടെ നമ്മൾ കെമിക്കൽസ് അടങ്ങിയ ഭക്ഷണം സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പാരമ്പര്യമായിട്ട് വരും ഇതൊക്കെ. എനിക്കറിയത്തില്ല. എടാ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂര് പോയപ്പോ ഇതില് പാരമ്പര്യമായിട്ട് വരും. എന്ത് സിറോസിസ് ഒക്കെ അല്ലേ? അതൊക്കെ വരുന്നു. ലിവർ സിറോസ് എന്നാ ഞാൻ കുടിക്കാം. അല്ല നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ജൂലിയന്റെ അവിടെ പോയില്ലേ? അവരുടെ 2 പേര് എന്തായിരുന്നു? ജൂലിയനും മരിയും. അവരുടെ അവിടെ പോയപ്പോ അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ ഈ സംഭവം റീലി കണ്ടിട്ടുള്ളതാണ്. അല്ല അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു അതായത് ചിലർക്ക് ബോഡിയിൽ തന്നെ ആൽക്കഹോള് ഉണ്ടാവും. ഭക്ഷണം കഴിച്ചാല് അത് ഭക്ഷണം കഴിക്കൽ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഇതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പൊ അവന് വെള്ളം മാത്രം കുടിച്ചാൽ അവന് വെള്ളം അസുഖമാണ്. അസുഖാണ്. അവന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവന് കുതിച്ചാ അടിക്കും. അവന്റെ ഒരു കാർഡ് അവനൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഈ പറഞ്ഞ ജൂലിയൻ ഇല്ല നമ്മുടെ ഷോക്കൊക്കെ വരാറുള്ളത്. അല്ല അവരുടെ ഫ്രണ്ട് ഒരാൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട്. കിളിയാവോന്ന് എനിക്കറിയാം. തല്ലാനൊക്കെ ഇവിടെ അങ്ങോട്ട് ഓടി അവിടെ അങ്ങനെ ആവുമായിരിക്കും എനിക്കറിയത്തില്ല. അല്ല അങ്ങനെ അവര് കിക്കാവോ? കിക്കാവോന്ന് അറിയില്ല. നാളായിട്ട് അവന് കിക്കായോന്ന് അവൻ അറിയില്ലല്ലോ. അവൻ ജനിച്ചപ്പോ തുടങ്ങി കിക്കല്ലേ. പുള്ളി ഇത് കൂട്ടാനുള്ള റിസർച്ചിലേക്ക് ആയിരിക്കല്ലേ. ഇനി പുള്ളിയെ വെച്ച് മാറ്റി എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പുള്ളിയെ മാറ്റി സാധനം തിന്നു വെള്ളം ഉണ്ടാക്കല് വരലടാ. വെള്ളം കുടിപ്പിച്ചിട്ട് അപ്പോൾ നമുക്ക് കഞ്ചാവിലോട്ട് തിരിച്ചു. ഞാൻ ഇതിനകത്തെ ഡീസൻസി നന്മയൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഇതിനകത്ത് കാണുന്ന വേറൊരു പ്രശ്നം ഞാൻ പറയാം. നമ്മൾ നീ ഒരു പോയിന്റ് പറഞ്ഞു വെച്ച് നേരത്തെ നമ്മളതിന് തമാശ പറഞ്ഞ് വിട്ടുപോയി. ഇപ്പം നമ്മൾ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഭയങ്കര സൊസൈറ്റിയിൽ പോളിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് അത് സമൂഹത്തെ ബാധിക്കും എന്ന് പറയുന്ന ആൾക്കാർ മദ്യപിക്കുന്നതിനോടൊപ്പം തന്നെ കഞ്ചാവും പൊടിയൊക്കെ അടിക്കുന്ന ആൾക്കാർ. ഞാൻ അവരിൽ കാണുന്ന ഒരു പ്രശ്നം വെച്ചാൽ അവർ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള അല്ലെ നമ്മളെ ടോക്സിക് ആയിട്ട് കാണുകയും എന്നെ നമ്മളെപ്പോലുള്ള ടോക്സിക് ആയിട്ട് കാണുകയും എന്നെ നമ്മൾ പറയുന്ന നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സൊസൈറ്റിയെ ബാധിക്കുമെന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഇത് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ അല്ലേ? അതായത് അവര് പറയുന്നത് നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഐഡിയ സൊസൈറ്റിയെ ബാധിക്കും, നിങ്ങൾ ഒരാളെ കളിയാക്കിയാൽ അത് സൊസൈറ്റിയെ ബാധിക്കുമെന്ന് പറയുകയും അവര് ഡ്രഗ്സിലേക്ക് ഈ ഫണ്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ഫണ്ട് എങ്ങോട്ടാ പോകുന്നത്? അവന് 500,000 രൂപ ആഴ്ച ഒരിക്കൽ ഇടത്തുള്ളായിരിക്കും. പക്ഷെ ഈ ഫണ്ട് എല്ലാം പോകുന്നത് ടെററിസവും ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും ഓർഗനൈസ്ഡ് ക്രൈമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ നാട്ടിലെ എല്ലാ ഓർഗനൈസ്ഡ് 2.5 ലക്ഷം രൂപ എന്തോ പണയം വെച്ചിട്ട് അതെടുത്ത് തൃശ്ശൂർ പൂരത്തിന് MDMA മാർക്കറ്റ് ഞാൻ പറയുന്ന പോയിന്റ് നമ്മളെല്ലാരും വിചാരിക്കുന്നത് ഞാൻ 1000 കൊടുത്ത് എന്റെ കൂട്ടുകാരന്റെ കയ്യിലാണല്ലോ വാങ്ങിക്കുന്നത്. അവര് ഞാൻ 1000 കൊടുക്കുന്നത് എന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന്, ഇവൻ 5000 കൊടുക്കുന്നത് എന്റെ കൂട്ടുകാരൻ്റെ. ഇതിന്റെ അപ്പുറത്ത് ഇതിനെയൊക്കെ ഇത് ഓർഗനൈസ്ഡ് ക്രൈം ആയിട്ട് ഒരു സിൻഡിക്കേറ്റ് ആയിട്ട് നിലനിർത്തുന്ന ഒരു സംഘം ഇവരുണ്ട്. അവരാണ് ഇതിനെ പമ്പ് ചെയ്യുന്നത്. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു ചെറിയ ഒരു പൊതിയെ ഒരു പാവം മനുഷ്യരാട്ടി പത്രക്കാർ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു പൊതിയെ ഞാൻ 1000 രൂപ കൊടുത്ത് ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ലെന്ന് പറയുന്ന ഒരു വാക്ക് കൊണ്ടുപോയി സൊസൈറ്റിയെ ദ്രോഹിക്കരുതെന്ന് പറയുന്ന ആൾക്കാർ ഈ അവരറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ അവർ ഈ പറയുന്ന ഓർഗനൈസ്ഡ് ക്രൈംസിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നു.
ഈ പറയുന്ന ഫണ്ടൊക്കെ ഒരു വേയിൽ അല്ലെങ്കിൽ അതർ വേയിൽ നമുക്കെല്ലാം ഇപ്പം നീ പറഞ്ഞ അമേരിക്കയുടെ കഥ പറഞ്ഞല്ലോ, അതായത് എല്ലാ വലിയ നേഷൻസും അവരുടെ ഈ അവരുടെ ഒരു ഓർഗനൈസേഷൻസ് പവർ ഉണ്ടെങ്കിൽ അവരിങ്ങനെയുള്ള ട്രാഫിക്കിങ്ങിനെയും ഇതിനെയൊക്കെ ഫണ്ടിങ് സപ്പോർട്ട് ചെയ്തിട്ടാണ് മറ്റുള്ള രാജ്യങ്ങളിലെ ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ നമ്മുടെ കാര്യം പറയാൻ പാടില്ല, പറഞ്ഞാൽ ഇപ്പം അടുത്ത ദിവസം അറസ്റ്റ് വാറണ്ട് വരും. ഇപ്പം അമേരിക്കൻ CIA എല്ലാ കാലഘട്ടത്തിലും കൊളംബിയയുടെയും അപ്പുറത്തെ ക്യൂബയുടെയും ഒക്കെ രാജ്യങ്ങളുടെ ഇടയിൽ ഡ്രഗ് ട്രാഫിക്കിനെ സപ്പോർട്ട് ചെയ്തതായിട്ട് ഭയങ്കര അലിഗേഷൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അന്ന് ഒരു സമയത്ത് 70-കളിൽ കമ്മ്യൂണിസ്റ്റിനെ തകർക്കണമായിരുന്നു, അത് കഴിയുമ്പോൾ അവർക്ക് ടെററിസത്തിനെ തകർക്കണമായിരുന്നു, പിന്നെ ടെററിസത്തിനെ വളർത്തണമായിരുന്നു. അവർക്കൊരു ഭാഗത്ത് ടെററിസ്റ്റിനെ വളർത്തിയാലേ റഷ്യയെ തോൽപ്പിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും അവരുടേതായ സ്ട്രോങ് ഹോൾഡിൽ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ ഒരു സൈഡിൽ കൂടെ പമ്പ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ശരിക്കും ടെററിസത്തിനെയും ഈ പറയുന്ന ഓർഗനൈസ്ഡ് ക്രൈംസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയാൽ അവർക്ക് കുറെ രാജ്യങ്ങളെ അവരുടെ പരിധി നിർത്താൻ പറ്റും. ഇത് നമ്മുടെ ഇതൊന്നും അറിയാതെ ഇടുക്കി കുമളിയിലൊരു കഞ്ചാവ് ചെടി ഇങ്ങനെ വളരെ ഇടുക്കി മെൻഷൻ ചെയ്യണോ, നാളെ ഞാൻ ഈ ഇന്ത്യയെ തകർക്കാനുള്ളതാണല്ലോ. കേരളത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ വളരുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഇപ്പൊ എന്താന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ലീഗലാക്കി ടെററിസത്തിനൊന്നും ഈ കാശ് പുറത്തു കൊണ്ടുള്ളൂ. സർക്കാർ അത് ഗവൺമെന്റ് കിട്ടുമല്ലോ. അല്ല ഈ പറഞ്ഞ ഇടുക്കിയിൽ വളരുന്ന സാധനം എങ്ങനെ ടെററിസത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരിക്കും. പക്ഷെ ഞാൻ ഈ പറയുന്ന എല്ലാ ഓർഗനൈസ്ഡ് ക്രൈംസിനെയും കഞ്ചാവ് ചിലപ്പോൾ നിങ്ങൾക്ക് 2 കോടി എന്ന് പറയുമ്പോൾ ഈ റൂം നിറയ്ക്കുള്ള സാധനം ഉണ്ടോ, പക്ഷെ മറ്റേ പില്ലോ അല്ലെങ്കിൽ കൊക്കയില് ചിലപ്പോൾ ഒരു പിടിയിലിരിക്കുന്ന സാധനമായിരിക്കും ഈ പറഞ്ഞ ചെറുതായിട്ട് കൊണ്ടുപോവാ. കാറ്ററിംഗ് നടത്തുന്ന അരിയാ സാറേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെടി ഇടുക്കി വളരുന്ന ചെടി എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു സിസ്റ്റം വേണം. അതായത് ഈ സാധനം ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇപ്പം നമുക്ക് നീ 4 എണ്ണം വളർത്തി ഉറപ്പായിട്ടും ഒറ്റുന്നത് നിന്റെ ചുറ്റുമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. കാരണം ഇത് ചുറ്റുമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം. കാരണം ഇത് നീ ഒറ്റയ്ക്ക് വളർത്തിയെടുത്ത് ഉപയോഗിക്കരുതെന്നും ഇത് വളർത്തുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് വാങ്ങിക്കണമെന്ന് ഒരു കൂട്ടം ആൾക്കാർക്ക് നിർബന്ധമുണ്ട്. നമുക്കറിയാം ഈ പറയുന്ന 2 ലക്ഷം രൂപ കടമെടുത്ത് ഓൺലൈനിൽ ലോൺ എടുത്ത് വാങ്ങിക്കാൻ പോകുന്നതിനെ പോലീസ് പിടിക്കുന്നതിന് കാരണം അവൻ ഈ ബിസിനസ് ചെയ്യാൻ പാടില്ലെന്ന് സ്ഥിരം ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസിന്റെ കുത്തകയുള്ളവന് നിർബന്ധമുണ്ട്. അവന്റെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാവണം. അതായത് ഹെഞ്ച്മെൻസ് വേണം, ആൾക്കാർ വേണം, ഇതിന് ട്രാഫിക് ലോജിസ്റ്റിക്സ് വേണം. ഇതൊക്കെ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ഈ നാട്ടിലുള്ളത് വേറൊരു ട്രാഫിക്കിന് വേറൊരു നെറ്റ്വർക്കിനും ആയിരിക്കും. അവരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ കടൽ വഴിയൊന്നും അല്ല. അല്ല, കടൽ വഴി വരുന്ന സാധനം ഒരു സപ്ലൈ ചെയ്യും. നമ്മുടെ കോമഡി പോലെ നല്ലൊരു സിസ്റ്റം സിസ്റ്റം ഉണ്ടാവണം. ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഡ്രഗ് ട്രാഫിക് കാർട്ടലുകൾക്ക് സപ്പോർട്ട് കൊടുക്കും. അവർക്ക് വേണ്ട ആംസും അവർക്ക് വേണ്ട സപ്പോർട്ടും പ്രൊട്ടക്ഷനും കൊടുക്കും. അതിനൊരു പർട്ടിക്കുലർ ബ്ലഡ് മണിയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ അവരുടെ ഒരു ഹഫ്ത പോലെ എമൗണ്ട് ഇവർ കളക്ട് ചെയ്യും. അത് ഇതിന്റെ ലാഭത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടെററിസത്തിലേക്ക് പോകുന്ന ഫണ്ട് അതിൽ നിന്നാണ് വരുന്നത്. അത് ചിലപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഇവിടെ നടക്കുന്നുള്ളതായിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഈ പറയുന്ന എന്റെ പോയിന്റ് അതാണ്, നിങ്ങൾ ഈ പറയുന്ന നിങ്ങളൊരു വാക്കുകൊണ്ട് പോലും സൊസൈറ്റി ഉപദ്രവിക്കരുതെന്ന് പറയുന്നവരുടെ ഇരട്ടത്താപ്പ് എന്താണ് ഡ്യുവൽ വ്യക്തിത്വമാണ് അവരുടെ. അവർ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നപ്പോൾ അത് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ, സൊസൈറ്റിയെ ബാധിക്കുന്നത് ഇവർ അറിയുന്നില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ഇത് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് സൊസൈറ്റിയുടെ പുറത്ത് വന്ന് നിന്നിട്ട് നമ്മളെല്ലാവരും ഒരു നല്ല മനുഷ്യനാവും, നല്ല സൊസൈറ്റി ആവും എന്ന് പറയുന്ന ആൾക്കാർ അവർ നല്ല മനുഷ്യരല്ല. അവരുടെ വിചാരത്തിലാണ് അവർ നല്ല മനുഷ്യർ. അല്ലാതെ നല്ലത് ചീത്തയ്ക്ക് അങ്ങനെ ഒരു മനസ്സിൽ അവരവര് മാത്രമേ ഉള്ളൂ. അതെ, ഞാനും നല്ലതാണ്. ഞാൻ തമാശക്ക് വേണ്ടിയാണ് പറയുന്നത്. ഞാൻ ആൾക്കാരെ കളിയാക്കും, ഇനിയും കളിയാക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് സൊസൈറ്റിക്ക് അങ്ങനെ ഞാൻ നന്മ വരുത്താൻ വേണ്ടിയില്ല ഞാൻ ഈ തമാശ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സൊസൈറ്റിയോട്ട് കടമയില്ല. കുറെ ആൾക്കാർ പിന്നെ ചോദിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വ സൊസൈറ്റി ആയിട്ടില്ല. എനിക്കത് പറയണമെന്ന കാര്യം ഞാൻ എനിക്ക് വലിക്കണം എന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ വലിക്കുന്നില്ല. എനിക്ക് കുടിക്കണം തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ കുടിക്കുന്നു. അതുകൊണ്ട് ഞാൻ നല്ല മനുഷ്യനും അല്ല. എനിക്ക് ഒരുപാട് ലഹരികളുണ്ട്. അപ്പൊ അതിന്റെ അങ്ങനെ പറയരുത്. സത്യം പറഞ്ഞാൽ എനിക്ക് വലിക്കണം എന്ന് തോന്നും. പക്ഷെ ഈ കാശ് മറ്റേ ടെററിസത്തിലേക്ക് പോണ കാരണം ഞാൻ വലിക്കാത്തതാണ്. ബീവറേജസ് കോർപ്പറേഷൻ ബില്ലില്ലാത്ത സാധനം പോലും ഞാൻ മേടിക്കില്ല. എനിക്ക് ഉറപ്പാണ് ഇത്ര 103% ഇത്ര ശതമാനം സർക്കാരിന് കൊടുത്തിട്ട് കുടിക്കണേന്ന്. എന്റെ നാക്കുകൊണ്ടല്ല സൊസൈറ്റിക്ക് ദോഷം ഉണ്ടാകുന്നത്, എന്റെ മൂക്കുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വലിക്കാത്തത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ വേറെ വാർത്ത ഉണ്ട്. ഒരുത്തൻ തൃശ്ശൂർ പൂരം ഓണാക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ഒരു ആപ്പ് വഴി ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്ന് 2.5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ബാംഗ്ലൂർ പോയിട്ട് 1 കിലോ MDMA മേടിച്ചോണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് പുള്ളി വന്നോണ്ടിരുന്ന 1 കിലോ MDMA 2.5 ലക്ഷം ഉള്ളൂ.
എനിക്കറിയില്ല, ഇത് വില കുറവ് സാധനമായിരിക്കും. അത് പകുതി പഞ്ചസാര ആയിരിക്കും. അല്ല, ഇതിന് എനിക്ക് തോന്നുന്നത് അറിയാം, ഇവനെ പിടിച്ചു എന്ന് പറയുമ്പോൾ ഈ സാധനം ഒറ്റിണ്ടാവാൻ മിക്കവാറും മേടിച്ചാ പോയിന്റ്. അല്ലല്ല, പക്ഷെ ഇത് ഒറ്റിയതല്ല. സാധാരണ അങ്ങനെ സാധനങ്ങൾ നമ്മൾ യൂഷ്വലി കേൾക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ സാധനം ഒരുത്തം കൊടുക്കണു, വേറൊരുത്തം വന്ന് എടുക്കുന്നു, ഇവൻ പോകുമ്പോഴത്തേക്ക് ഇവര് തന്നെ ഇവനെ ഒറ്റുന്നു. ഇവന്റെ വന്ന പരിപാടിയും പോകുന്ന രീതിയും ഡ്രസ്സും പരിപാടിയും എല്ലാ പരിപാടിയും വെച്ച് പുറത്തുനിന്ന് ഇവനെ പൊക്കണു. മാഹിയില് കുപ്പി മേടിച്ച ഒരു സാധനം. എന്നിട്ട് പോലീസുകാരി പൈസയും തിരിച്ച് ഇവിടെ തന്നെ വരും. ഇതെല്ലാം എല്ലാരും അറിഞ്ഞുകൊണ്ടുള്ള പരിപാടി. അങ്ങനെ ഒരു സാധനം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ സാധനം ഇത് ഇവൻ വന്ന റൂട്ട് ഇവനെ ഒറ്റിയതല്ല. സാധാരണ നമ്മൾ പിടിക്കണതിലെല്ലാം താഴെ ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്ത് ഒറ്റിയതാ, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഇൻഫർമേഷൻ കിട്ടാതെ ഇതുവരെ പിടിച്ചതായിട്ടൊരു സാധനം ഒരു വാർത്തയും കേട്ടിട്ടില്ല. അപ്പോൾ ഇത് പക്ഷെ ഒറ്റിയതല്ല. ഈ വാർത്തയ്ക്കകത്ത് കിടക്കണം ഇവൻ വന്നുകൊണ്ടിരുന്ന റൂട്ടിൽ എന്തോ വേറെ റോഡ് ബ്ലോക്ക് എന്തോ ആയിട്ട് വേറെ റൂട്ട് വഴി എന്തോ കോയമ്പത്തൂർ ഇറങ്ങി പിന്നെ വരുന്ന വഴിക്ക് മറ്റേ വാളയാർ ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ചെക്കിങ്ങിൻ്റെ ഇടയിലാണ് വെറുതെ ബാഗ് വരിച്ച് പുള്ളി. കാരണം പുള്ളി ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ തൃശ്ശൂർ പൂരത്തിന് വേണ്ടി പുള്ളിയുടെ പ്ലാനായിരുന്നു 2.5 ലക്ഷം ബാഗ് തുറന്നപ്പോൾ നേരെ ഒരു കവറിലേക്ക്. അപ്പൊ എന്താന്ന് വെച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് എനിക്ക് കാറ്ററിംഗ് ബിസിനസ് ഉള്ളത്, അരിയാണെന്ന് 1 കിലോ കാറ്ററിങ്ങിനുള്ള 1 കിലോ അരി. അപ്പോഴേ മനസ്സിലാക്കാണ് അടിച്ച് തിരിഞ്ഞിരിക്കുക. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞ പിടിച്ചു കഴിഞ്ഞാൽ 1 കിലോ അകത്ത് കിടക്കാനുള്ള വകുപ്പായില്ലേ. പിന്നെ അതിന്റെ ഈ പറഞ്ഞ പോലെ കുറെ സാധനങ്ങളുണ്ട്. അതായത് കഞ്ചാവ് കുറച്ചുകൂടെ പിന്നെയും കുറച്ച് അയവുണ്ട്. അതായത് കഞ്ചാവ് 1 കിലോ താഴെ 900 ഗ്രാമിന് താഴെ ആണെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റും. അത്രയും വലിയ 900 ഗ്രാം. മറ്റേത് 1 ഗ്രാമോ 2 ഗ്രാമോ ഉണ്ടെങ്കിൽ 1 ഗ്രാമിന് കെമിക്കൽ ഡ്രഗ്സ് 1 ഗ്രാമിന് മേളിലുണ്ടെങ്കിൽ കെമിക്കൽ ഡ്രഗ്സ് ആണ്, സിന്തറ്റിക് ഒക്കെ ആണെങ്കിൽ ജാമ്യം കിട്ടൂല. ചില രാജ്യങ്ങളിൽ കുറച്ച് കയ്യിലുണ്ടെങ്കിലും മയക്കുമരുന്ന് ഭയങ്കര രാജ്യങ്ങളിലൊക്കെ രാജ്യങ്ങളുണ്ട്. സിംഗപ്പൂർ ഇതുപോലെ എന്തൊക്കെയോ ഭയങ്കര പടം ഉണ്ടല്ലോ ഒരു സൊസൈറ്റിയിൽ ഡ്രഗ് ഒരു നെസസറി ഈവിളാണ്. അയ്യോ, നമ്മൾ സിഗരറ്റിനെ കുറിച്ച് പറഞ്ഞില്ല. ഡ്രഗ്സ് ഒന്നും അല്ലല്ലോ. നോർമലൈസ് ആയിപ്പോയ മദ്യപിക്കുന്നതിനേക്ക് അത്രയും ഒരു പ്രശ്നമായിട്ട് ആൾക്കാർ ഇപ്പൊ അതിനെ കാണുന്നില്ല. ശരിക്കും മദ്യപിക്കുന്നതിനെക്കുള്ള ആൾക്കാർ മരിക്കുന്നത് സിഗരറ്റിന് ഈ പറഞ്ഞ പോലത്തെ ഈ നമ്മുടെ ബോധത്തിന് ഒരു ഓൾട്ടറേഷൻ വരുത്തുന്ന പരിപാടിയൊന്നും സിഗരറ്റിന് ഇല്ല. സിഗരറ്റ് പുകല സാധനങ്ങൾക്കൊന്നിനും അങ്ങനത്തെ. പക്ഷെ മദ്യപിക്കുന്നതിനേക്കാൾ മറ്റു സാധനങ്ങളിൽ അത് പ്രശ്നമുള്ള സാധനങ്ങളാട്ടോ. അല്ല, മദ്യപിക്കുന്നതിനേക്കാൾ മോശം കാര്യമായിട്ട് സിഗരറ്റിനെ കാണണം. കാരണം മദ്യപിക്കുമ്പോൾ വേറൊരാൾക്ക് ശരിക്കും ഡയറക്റ്റ്ലി പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷെ സിഗരറ്റ് ഒരാൾ വലിക്കുമ്പോൾ അയാൾക്ക് പ്രശ്നം ഉണ്ടാകുന്നതിനൊപ്പം തന്നെ ഒരു പാസീവ് സ്മോക്കിംഗ് ബാക്കിയുള്ളവർക്ക് അടിച്ചുവിന് ഓവറായി പ്രശ്നം ഉണ്ടാക്കിയ പ്രശ്നമുണ്ട്. പക്ഷെ കുടിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നത്തിൽ ഇപ്പൊ അത് പുറത്തേക്ക് ചുറ്റോട്ടത്തേക്ക് പോകുന്നില്ല. പക്ഷെ ഒരാൾ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചുറ്റോട്ടത്തേക്ക് തൊട്ടടുത്തുള്ളവരെയും ബുദ്ധിമുട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ. നമ്മുടെ നാട്ടില് പൊതുസ്ഥലത്തുള്ള സിഗരറ്റ് വലിയ വല്ലാണ്ട് ഇപ്പൊ കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അടിച്ചോടി നടന്ന് പിടിക്കുന്നത്. അതാ പറഞ്ഞു, ഇവർക്ക് എന്തെങ്കിലും കൺട്രോൾ ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റും. റെഗുലേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കേസേ ഉള്ളൂ. അതിപ്പോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു സ്ഥലത്തൂടെ വിറ്റിട്ട് അതിനെ അടിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു കൈ കൊണ്ട് വിറ്റിടല്ലേ, വിറ്റിട്ടാണ് ഒരു സൈഡിൽ കൂടെ വിൽപ്പന നടത്തി മറ്റേ സൈഡ് കൈ കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന സർക്കാരിന്റെ രീതിയാണ് എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്തത്. റവന്യൂ വേണ്ട, റവന്യൂ നാട് നടത്തിക്കൊണ്ടോണ്ടേ. റവന്യൂ വേണമെങ്കിൽ ലഡു ഉണ്ടാക്കി വിൽക്കട്ടെ. പെരയുടെ അച്ഛൻ പറയണല്ലേ, ഡൈജസ്റ്റ് ആവണില്ല 2 കെട്ട് അടിക്കണം. ഇതാണ് കേരള ഗവൺമെന്റ് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഇത് മെയിനായിട്ടും ഡ്രഗ്സിനെ പരിപാടിയല്ല, ആൾക്കാരുടെ ഒരു മറ്റേ സ്വഭാവം പരിപാടി ബേസ് ചെയ്തിരിക്കില്ല. അതായത് ഓരോ തരം ആൾക്കാരുണ്ട്. അപ്പൊ അവര് ഓൾറെഡി റോങ് ആയിട്ടുള്ള ആൾക്കാർ അടിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റോങ് ആവുന്നാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിനെ ഒതുക്കാനും പറ്റത്തില്ലെന്നുള്ളതാണ്. എല്ലാവരും എന്നെ പോലെ ജീവിതത്തിൽ ലഹരി കണ്ടെത്തുക, അവരവരുടെ ലഹരി കണ്ടുപിടിക്കുക, അതുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, മര്യാദക്ക് ജീവിക്കുക. ഇനി അടിച്ചാലും മര്യാദക്ക് 2 ഗ്ലാസ് പായസം അടിച്ചിട്ട് ലഹരിയായിട്ട് നിന്ന് സ്വന്തമായിട്ട് ഷുഗറൊക്കെ പിടിച്ച് ഒരു അവസാന ഹാർട്ട് അറ്റാക്ക് വന്ന് സമൂഹത്തിനൊരു ബുദ്ധിമുട്ടില്ലാണ്ട് മരിച്ചു പോവുക, അത്രേ വേറൊരാളെ ബുദ്ധിമുട്ടിക്കാതില്ല. എനിക്കതേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഒരു സൊസൈറ്റിയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. കിനാശ്ശേരി. ഓക്കെ, ദാറ്റ്സ് ആൾ. അങ്ങനെ ഈ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. ഉദ്ദേശിച്ച സാധനമല്ല നമ്മൾ പറഞ്ഞതെന്ന് അറിയാം, എന്നാലും എന്റർടൈൻമെന്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നല്ല വൈബായിരുന്നു. ഭക്ഷണം കഴിക്കാന്ന് നമ്മുടെ ലഹരി. ഓക്കെ, ബൈ.